ഹായ്, നമ്മളിന്ന് എക്കണോമിക് സർവേയുടെ സെക്കൻഡ് പാർട്ടാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞു 3 പാർട്ടുകളുള്ള ഒരു സീരീസാണ് എക്കണോമിക് സർവേ. അതിൽ സെക്കൻഡ് പാർട്ടാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. യെസ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്കണോമിക് സർവേയുടെ ഫസ്റ്റ് പാർട്ടാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ആദ്യത്തെ ഭാഗം നമ്മൾ നോക്കിയായിരുന്നു. അതിനകത്ത് പ്രധാനമായിട്ടും നമ്മുടെ ഒരു ഗ്ലോബൽ സിനാരിയോ അതുപോലെ തന്നെ ഡൊമസ്റ്റിക് സിനാരിയോ ഈ 2 കാര്യങ്ങളുമാണ് നമ്മൾ പറഞ്ഞത്. യെസ്, ഹലോ. അപ്പോൾ ഈ എക്കണോമിക് സർവേയിൽ നിന്ന് എങ്ങനെയൊക്കെ പ്രിലിംസിന് ചോദ്യം വന്നിട്ടുണ്ട് എന്നുള്ളൊരു ഐഡിയ നമുക്ക് വേണം. എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളത് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഇത് 2023 പ്രിലിംസിന് ചോദിച്ചൊരു ചോദ്യമാണേ. ഇവിടെ ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണേ. In the post-pandemic recent past, many central banks worldwide had carried out interest rate hikes. Statement 2. Central banks generally assume that they have the ability to counteract the rising consumer prices via monetary policy means. ഈ 2 സ്റ്റേറ്റ്മെൻറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നുള്ള രീതിയിലൊരു ചോദ്യം 2023 പ്രിലിംസിന് ചോദിച്ചായിരുന്നു. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറണ്ട് അഫെയർസ് ആണ് ഈ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, കൃത്യമായിട്ടും പറഞ്ഞാൽ ഒരു കറണ്ട് അഫെയർസുമായിട്ട് ബന്ധപ്പെട്ട് കറണ്ട് അഫെയർസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ ഇത് എവിടെ നിന്നാണ് നമുക്ക് സോഴ്സ് ചൂണ്ടിക്കാണിക്കാൻ പറ്റുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വർഷത്തെ എക്കണോമിക് സർവേക്കകത്ത് കൃത്യമായിട്ടും പറയുന്നുണ്ട്. നോക്കി, അതിനകത്ത് കൊടുത്തിട്ടുള്ള ഒരു കാര്യമുണ്ട്. The central banks across economies led by the Federal Reserve responded with synchronized policy rate hikes to curb inflation. കൃത്യമായിട്ടും എക്കണോമിക് സർവേക്കകത്ത് കൊടുത്തിട്ടുള്ള കാര്യത്തിൽ നിന്നാണ് ഇവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചോദ്യം വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ആൻസർ ഒന്ന് കണ്ടെത്താൻ പറ്റുമെന്ന് നോക്കിയേ. ഇതിൻ്റെ ആൻസർ ഏതാണ് വരിക? അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് പറയുന്നത്, ഇൻ ദ പോസ്റ്റ് പാൻഡമിക് റീസെൻറ്റ് പാസ്റ്റ് മെനി സെൻട്രൽ ബാങ്ക്സ് വേൾഡ് വൈഡ് ഹാഡ് കേരിഡ് ഔട്ട് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ ഒരു എക്സ്പ്ലനേഷൻ നടത്തിയായിരുന്നു അല്ലേ. അതായത് പാൻഡമിക് കഴിഞ്ഞ സമയത്ത്, കോവിഡ് കഴിഞ്ഞ സമയത്ത് ലോകത്തെല്ലാം തന്നെ സാധനങ്ങളുടെ വില കൂടുന്ന ഒരു അവസ്ഥ വന്നു, ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്ത് ഓർക്കുന്നുണ്ടോ? എന്തുകൊണ്ടായിരിക്കും എന്ന് പറഞ്ഞേ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു, അതായത് ഒരു പോസ്റ്റ് കോവിഡ് സിറ്റുവേഷനിൽ ലോകരാജ്യങ്ങളിലെല്ലാം തന്നെ ഒരു ഇൻഫ്ലേഷണറി സിറ്റുവേഷൻ ഉണ്ടായി. എന്തുകൊണ്ടായിരിക്കും? യെസ്, ഫിസ്ക്കൽ ആൻഡ് മോണിറ്ററി സ്റ്റിമുലസ് മെഷേഴ്സ്, അതായത് കോവിഡ് സമയത്ത് ജനങ്ങളുടെ കയ്യിലോട്ട് കൂടുതൽ പണം എത്തിക്കാനുള്ള നടപടികൾ ലോകരാജ്യങ്ങളെല്ലാം തന്നെ സ്വീകരിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ജനങ്ങളുടെ അടുത്ത് കൂടുതൽ പണം എത്തുന്നു. അത് ഡിമാൻഡ് കൂട്ടി ഇൻഫ്ലേഷന് കാരണമായി. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്സ് ലോകത്തുള്ള പല ബാങ്കുകളും, അത് നമ്മുടെ US ഫെഡറൽ റിസർവിൻ്റെ നേതൃത്വത്തിൽ ലോകത്തുള്ള എല്ലാ ബാങ്കുകളും, എല്ലാ കേന്ദ്ര ബാങ്കുകളും നടപ്പിലാക്കുന്നു. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി, സെൻട്രൽ ബാങ്ക്സ് ജനറലി അസ്യൂം ദാറ്റ് ദേ ഹാവ് ദ എബിലിറ്റി ടു കൗണ്ടറാക്ട് ദ റൈസിംഗ് കൺസ്യൂമർ പ്രൈസസ് വയ മോണിറ്ററി പോളിസി മീൻസ്. അത് ശരിയാണോ? ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? സെൻട്രൽ ബാങ്ക്സ് ജനറലി അസ്യൂംസ് ദാറ്റ് ദേ ഹാവ് ദ എബിലിറ്റി ടു കൗണ്ടറാക്ട് ദ റൈസിംഗ് കൺസ്യൂമർ പ്രൈസസ് വയ മോണിറ്ററി പോളിസി മീൻസ്. ലോകത്തുള്ള കേന്ദ്ര ബാങ്കുകളെല്ലാം തന്നെ പൊതുവിൽ കരുതുന്നത് ഈ ഉയരുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്താൻ അവരുടെ മോണിറ്ററി പോളിസീനെ കൊണ്ട് കഴിയും. പറ്റുമോ? ആ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ലോകത്തെ പല കേന്ദ്ര ബാങ്കുകളും വിചാരിക്കുന്നത് ഉയരുന്ന വിലക്കയറ്റം പിടിച്ചു നിർത്താൻ അവരുടെ ഈ പറയുന്ന മോണിറ്ററി പോളിസി, പണനയം കൊണ്ട് അവർക്ക് സാധിക്കുന്നുണ്ട്. അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ എക്കണോമിക്സ് പഠിക്കുമ്പോൾ മോണിറ്ററി പോളിസി പഠിക്കുന്ന സമയത്ത് സെൻട്രൽ ബാങ്കിൻ്റെ ഫംഗ്ഷൻ, മോണിറ്ററി പോളിസി പഠിക്കുമ്പോൾ നമ്മൾ ക്ലാസ്സുകളിൽ ഓൾറെഡി കവർ ചെയ്യുന്നതാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതേസമയം ഒരു കറണ്ട് അഫെയർസ് ആണ്. അത് നമ്മുടെ കഴിഞ്ഞ 2023 എക്കണോമിക് സർവേയിൽ നിന്ന് അതേപോലെ എടുത്തിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ എക്കണോമിക് സർവേ എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ പ്രിലിംസിന് ചോദിക്കാറുണ്ട്. ആ സ്റ്റേറ്റ്മെൻറ്റിനൊപ്പം നമ്മൾ പഠിച്ച ഒരു സ്റ്റാറ്റിക് പോർഷൻ എന്നുള്ളൊരു കാര്യവും കൂടെ ഇവിടെ ചേർത്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് പ്രകാരം ഈ 2 സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് ആൻഡ് ദ സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഫോർ സ്റ്റേറ്റ്മെൻറ്റ് 1 ആണല്ലോ.
അല്ലെ? ലോകത്തുള്ള കേന്ദ്ര ബാങ്കുകൾക്കെല്ലാം തന്നെ അറിയാം അവർ ഇത്തരത്തിൽ മോണിറ്ററി പോളിസി നടപ്പിലാക്കുമ്പോൾ ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ ലോകത്തുള്ള പല കേന്ദ്ര ബാങ്കുകളും ഇൻട്രസ്റ്റ് റേറ്റുകൾ കൂട്ടിയത്. റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ഒക്കെ നമുക്കറിയാലോ. അതേ കണക്കുള്ള ഇൻട്രസ്റ്റ് റേറ്റുകൾ ഉയർത്തുന്നത്. രണ്ട് സ്റ്റേറ്റ്മെന്റുകളും ശരിയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ആണ് രണ്ടാമത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എക്കണോമിക് സർവേ പഠിച്ചാൽ എങ്ങനെയാണ് ചോദ്യം വരിക പ്രിലിംസിന്? ഈ രീതിയിലൊരു ചോദ്യം എക്കണോമിക് സർവേയിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി മറ്റൊരു തരത്തിലുള്ള ചോദ്യവും നമുക്ക് എക്കണോമിക് സർവേയിൽ നോക്കാം. ഇവിടെ നോക്കിയേ, ഇതും 2023 പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ് കേട്ടോ. അബൌട്ട് 3/4 of the world's cobalt, a metal required for manufacture of batteries for electric motor vehicles. EVs നിർമ്മിക്കുന്നതിൻ്റെ ബാറ്ററി നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മെറ്റലാണ് കൊബാൾട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്ത് കൊബാൾട്ടിൻ്റെ ഉൽപ്പാദനത്തിൽ 3/4 ഏത് രാജ്യമാണ്, അല്ലെങ്കിൽ ഏത് രാജ്യമാണ് ഈ ഒരു കൊബാൾട്ട് ഉൽപ്പാദനത്തിൽ 3/4 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? അർജന്റീന, ബോട്സ്വാന, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, കസാഖ്സ്ഥാൻ. ഈ 4 ഓപ്ഷൻസ് ആണ് ഉണ്ടായിരുന്നത്. ഇത് നമ്മളങ്ങനെ നോക്കിയിട്ട് പോകുന്നൊരു ചോദ്യമല്ല. പക്ഷേ ഇത് ആ ഒരു വർഷത്തെ നമ്മൾ നേരത്തെ നോക്കിയ എക്കണോമിക് സർവേയുടെ അതേ എക്കണോമിക് സർവേയിൽ തന്നെയാണ് ഇതിനുള്ള ഉത്തരവും ഉണ്ടായിരുന്നത്. ഇതിൻ്റെ ആൻസർ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേ. കൊബാൾട്ട്, ലോകത്തെ മുഴുവൻ കൊബാൾട്ട് ഉൽപ്പാദനത്തിൽ 3/4 ഭാഗവും ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് രാജ്യത്ത് നിന്നാണ്? അർജന്റീന ആണോ, ബോട്സ്വാന ആണോ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണോ, കസാഖ്സ്ഥാൻ ആണോ? എവിടെയാണ്? ഷിജിൻ, ബാക്കി എല്ലാവരും ഒന്ന് ആക്റ്റീവായിട്ടിരിക്കണേ. നിങ്ങളൊന്ന് ആക്റ്റീവായിട്ടിരിക്കുക. പരമാവധി ആക്റ്റീവായിട്ട് ആൻസർ പറയാൻ ശ്രമിക്കുക. തെറ്റിയാലും വിഷയമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൻസർ എന്ത് ചെയ്യുക ഒന്ന് പറയുക. നിങ്ങൾ ആക്റ്റീവ് ആയാൽ മാത്രമേ നമ്മുടെ ക്ലാസ് എന്ത് ചെയ്യുന്നുള്ളൂ, ആക്റ്റീവായിട്ട് മുന്നോട്ട് പോകത്തുള്ളൂ. ചെറിയൊരു ലാഗ് നമുക്കിടയിലുണ്ട്. ഞാൻ പറയുന്നത് നിങ്ങളുടെ അടുത്ത് എത്തുമ്പോഴും നിങ്ങളുടെ ആൻസർ എൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് ഒരു ലാഗ് ഉണ്ട്. എന്നിരുന്നാലും നിങ്ങളത് കുഴപ്പമില്ല. നിങ്ങൾ ആൻസർ പരമാവധി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓപ്ഷൻ സി ആണ് നിങ്ങൾ പറയുന്നത്. ശരിയാണോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ 2023 എക്കണോമിക് സർവേക്കകത്ത് കൊടുത്തിരിക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നോക്കി, ഇതിനകത്ത് പറയുന്നുണ്ട് കൊബാൾട്ടിൻ്റെ കാര്യം ഇവിടെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ? കൊബാൾട്ട് എന്ന് പറയുന്ന മിനറൽ ഉൽപ്പാദനത്തിൽ ഈ ഒരു യെല്ലോ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റും. DRC, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ, ഓൾമോസ്റ്റ് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 80% അല്ലെങ്കിൽ 80ക്ക് മുകളിലും ഉൽപ്പാദനം നടത്തുന്നത് ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ആണ്. 2019 2025 പ്രതീക്ഷിത കണക്കെടുത്തു കഴിഞ്ഞാൽ ഇവിടെ നോക്കിയേ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോയാണ് കൊബാൾട്ട് ഉൽപ്പാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന രാജ്യമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചോദ്യം എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്? കൃത്യമായിട്ടും ആ വർഷത്തെ എക്കണോമിക് സർവേയിൽ നിന്ന് ചോദിച്ച ചോദ്യമല്ലേ? ആണല്ലോ. അപ്പോൾ എക്കണോമിക് സർവേയിൽ നിന്ന് പ്രിലിംസിന് ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് തന്നെ എക്കണോമിക് സർവേ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ ഇമ്പോർട്ടൻ്റ് ആണ്? അതിൻ്റെ ഇത്തരത്തിലുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ട്രെൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. കൃത്യമായിട്ടുള്ള കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ അതിനകത്ത് യൂസ് ചെയ്യാറുണ്ട്. ഗ്ലോബൽ സിനാറിയോയായിട്ട് ബന്ധപ്പെട്ട്, ഡൊമസ്റ്റിക് സിനാറിയോയായിട്ട് ബന്ധപ്പെട്ട് കുറേ സ്റ്റേറ്റ്മെൻറ്റുകൾ പറയാറുണ്ട്. അത് നമ്മുടെ പ്രിലിംസ് പെർസ്പെക്റ്റീവിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ലിയർ അല്ലേ? അപ്പോൾ മനസ്സിലായോ എങ്ങനെയൊക്കെയാണ് എക്കണോമിക് സർവേയിൽ നിന്ന് ചോദ്യങ്ങൾ വരിക? നമുക്ക് ഈ വരാൻ പോകുന്ന പ്രിലിംസിന് എങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി നമുക്ക് എക്കണോമിക് സർവേയുടെ സെക്കൻഡ് പാർട്ടിൻ്റെ കഴിഞ്ഞ ദിവസം നമ്മൾ നിർത്തി വെച്ചിരുന്ന ഡിസ്കഷൻ നമുക്ക് ഇന്ന് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് ഇൻഡസ്ട്രിയൽ സെക്ടർ. കഴിഞ്ഞ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കണം. എന്നാൽ മാത്രമേ അത് അഡ്രസ്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, അത് അഡ്രസ്സ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ, വ്യാവസായിക മേഖല. അപ്പോൾ നമുക്ക് ഓരോ മേഖലയെ പറ്റി നമുക്കൊന്ന് വേഗത്തിൽ നോക്കി പോവാം. ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ മാനുഫാക്ചറിങ് സെക്ടർ 6.2% ആണ് വളർച്ച പ്രതീക്ഷിക്കുന്നത്. മാനുഫാക്ചറിങ് സെക്ടറിൽ 6.2% ആണ് വളർച്ച പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയേ, ഈ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ വളർച്ചയെ സഹായിക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട സെക്ടേഴ്സ് ഇലക്ട്രിസിറ്റിയും കൺസ്ട്രക്ഷനുമാണ് കേട്ടോ. അപ്പോൾ കൺസ്ട്രക്ഷൻ മേഖല, നിർമ്മാണ മേഖലയും അതുപോലെ തന്നെ വൈദ്യുതി ഉൽപ്പാദന മേഖലയാണ് ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇൻഡസ്ട്രിയൽ സെക്ടർ 6.2% ഗ്രോത്ത് ആണെന്ന് പറയുമ്പോൾ അവിടെ ആ ഗ്രോത്തിനെ സഹായിക്കുന്നത് ഇലക്ട്രിസിറ്റിയും അതുപോലെ തന്നെ കൺസ്ട്രക്ഷൻ സെക്ടറുമാണ്. ഈ രണ്ട് സെക്ടറിൽ നിന്നാണ് ഈ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിൻ്റെ ഗ്രോത്തിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് പ്രധാനപ്പെട്ട മേഖലകൾ എന്ന് പറയുന്നത്. ഇനി ലോകത്ത്
മാനുഫാക്ചറിങ് സെക്ടറിന്റെ ഷെയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഷെയറിൽ ഇന്ത്യയുടെ എത്ര ഗ്ലോബൽ മാനുഫാക്ചറിങ് ഷെയറിൽ ഇന്ത്യ 2.8% ആണ്. ലോകത്തെ മുഴുവൻ ഉൽപ്പാദനം മാനുഫാക്ചറിങ് മേഖലയിലുള്ള ഉൽപ്പാദനത്തിൽ ഇന്ത്യ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് 2.8% ആണ്. അതേസമയം ചൈനയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 28.8% ആണ്. ആ ഒരു കണക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യ ഗ്ലോബൽ മാനുഫാക്ചറിങ് ഷെയറിൽ ഇന്ത്യ 2.8ഉം ചൈന എന്ന് പറയുന്ന 28.8% ആണ്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇവിടെ ഒരു കമ്പാരിസൺ ആണ് കൊടുത്തിട്ടുള്ളത്. ഇവിടുത്തെ കമ്പാരിസൺ എന്താ പറയുന്നത്, 2020 മുതൽ 24 വരെ ഇന്ത്യക്കകത്തുള്ള ഓരോ മാനുഫാക്ചറിങ്ങിനകത്തുള്ള ഓരോ സെക്ടേഴ്സിൻ്റെയും പെർഫോമൻസ് ആണ്, അല്ലെങ്കിൽ ഓരോ സെക്ടേഴ്സിൻ്റെയും ഗ്രോത്ത് റേറ്റ് ആണ് കാണിക്കുന്നത്. ഈ ബ്ലൂ കളറിൽ കൊടുത്തിട്ടുള്ളത് 2025 കണക്ക്. അപ്പോൾ ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളത് 2020 മുതൽ 24 വരെ ഇന്ത്യയുടെ മാനുഫാക്ചറിങ്ങിൽ ഇപ്പോൾ മൈനിങ് ആൻഡ് ക്വാറിയിങ്, അതുപോലെ മാനുഫാക്ചറിങ്, ഇലക്ട്രിസിറ്റി, ഗ്യാസ്, കൺസ്ട്രക്ഷൻ, ഇൻഡസ്ട്രി തുടങ്ങിയ ഈ പറയുന്ന സെക്കൻഡറി സെക്ടറിനകത്തുള്ള ഓരോ സബ് സെക്ടേഴ്സിൻ്റെയും ഗ്രോത്ത് റേറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ബ്ലൂ കളർ കാണിച്ചിരിക്കുന്നത് 2025 ഗ്രോത്ത് റേറ്റ് ആണ്. അപ്പോൾ ഇവിടുന്ന് എന്ത് മനസ്സിലാകുന്നുണ്ട്, 2020 മുതൽ 24 വരെ 2020 മുതൽ 24 വരെ കൈവരിച്ച ആവറേജ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത് 2025 കുറവാണ്. അതായത് 20 മുതൽ 24 വരെ കൈവരിച്ചതിനേക്കാളും കൂടുതൽ ഗ്രോത്ത് റേറ്റ് നമ്മൾ 25 എന്ന് പറയുന്ന ഒരു വർഷം മാത്രം നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം 2020-24 എന്ന് പറയുന്ന 4 വർഷത്തിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ പ്രശ്നം എന്താണ്, ആ ഒരു പ്രശ്നം 5 വർഷത്തിൻ്റെ ആവറേജ് എടുക്കുമ്പോൾ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ കോവിഡ് വരുന്നുണ്ട്, അതുപോലെ ഒരുപാട് ഡിസ്റപ്ഷൻസ് വരുന്നുണ്ട്. നമ്മുടെ മാനുഫാക്ചറിങ് മേഖലയ്ക്ക് പ്രശ്നമുണ്ടാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ, കോവിഡ്, അങ്ങനത്തെ കുറേ ഇഷ്യൂസ്. കോവിഡാണ് ഏറ്റവും മെയിൻ ഇഷ്യൂ. അപ്പോൾ കോവിഡ് വരുമ്പോൾ ഈ ഒരു 2020 മുതൽ 24 വരെയുള്ള ഒരു ആവറേജ് ഗ്രോത്ത് റേറ്റിനെ അത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ 5 വർഷത്തിനേക്കാളും മെച്ചപ്പെട്ട പെർഫോമൻസ് 2025 ഇന്ത്യക്ക് കൈവരിക്കാനാകുമെന്നാണ് ഈ ഒരു എക്കണോമിക് സർവേ ഒരു ശുഭാപ്തി വിശ്വാസം മുന്നോട്ട് വയ്ക്കുന്നത്. ദെൻ നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഇൻഡസ്ട്രിയൽ സെക്ടറിലെ കുറച്ച് പ്രധാനപ്പെട്ട സെക്ടേഴ്സിനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ സിമൻറ്റ്, സ്റ്റീൽ, അതുപോലെ കെമിക്കൽ ആൻഡ് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ്. ഇതിൻ്റെ പ്രത്യേകത എന്താ, സിമൻറ്റ്, സ്റ്റീൽ, അതുപോലെ തന്നെ കെമിക്കൽ ആൻഡ് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ്, ഇത് മൂന്നും തന്നെ നമുക്കൊരു ഉൽപ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ്. സിമൻ്റ് ആണെങ്കിലും സ്റ്റീൽ ആണെങ്കിലും പെട്രോ കെമിക്കൽ എല്ലാം തന്നെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് ആണ്, ഇൻപുട്സ് ആണ് സിമൻറ്റും സ്റ്റീലും അതുപോലെ തന്നെ കെമിക്കൽ ആൻഡ് പെട്രോൾ കെമിക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ ഇൻഡസ്ട്രീസിനും ഇന്ത്യയിൽ നടത്തിയിട്ടുള്ള പെർഫോമൻസിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാവണം. അപ്പോൾ നോക്കിയേ, അതായത് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, നമ്മുടെ ഇന്ത്യയിൽ ഈ ഒരു സിമൻറ്റ് ഇൻഡസ്ട്രിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു സിമൻറ്റ് ഇൻഡസ്ട്രി ലോകത്ത് ഏറ്റവും കൂടുതൽ സിമൻറ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ഇന്ത്യ ഇസ് എ സെക്കൻഡ് ലാർജസ്റ്റ് സിമൻറ്റ് പ്രൊഡ്യൂസർ ഗ്ലോബലി. അപ്പോൾ ലോകത്ത് ഏറ്റവും അധികം സിമൻറ്റ് ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടാമത്തെ രാജ്യമാണ് ഇന്ത്യ. ആ ഒരു കണക്ക് നിങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, റീസെൻ്റ് ആയിട്ട് സിമൻറ്റ് ഇൻഡസ്ട്രി ഒരു ഗ്രോത്ത് പാതയിലാണ്, ഒരു വളർച്ചയുടെ പാതയിലാണ് എന്നുള്ള കാര്യം ഒന്ന് അറിഞ്ഞിരിക്കുക. എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവൺമെൻറ് ഒരുപാട് ഇപ്പം മേജർ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളുണ്ടല്ലോ. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളുണ്ട്. ഗവൺമെൻറ് അടിസ്ഥാന സൗകര്യ പദ്ധതികളായിട്ടുള്ള ഹൈവേ പ്രോജക്റ്റുകൾ, റെയിൽവേ പ്രോജക്റ്റുകൾ, അതുപോലെ തന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റുകൾ, ഇൻഡസ്ട്രിയൽ ഗ്രോത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ. ഈ പദ്ധതികളെല്ലാം തന്നെ ഗവൺമെൻറ് പ്രഖ്യാപിക്കുന്നു. വലിയ രീതിയിലുള്ള വികസനം, ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് ആണെങ്കിലും ഹൈവേ ആണെങ്കിലും റെയിൽവേ വികസനം എല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ അത് ഇൻഡയറക്റ്റ് ആയിട്ട് സിമൻറ്റ് മേഖലയുടെ വളർച്ചയ്ക്ക് കാരണമാകുന്നു. കാരണം സിമൻറ്റ് എന്ന് പറയുന്ന വസ്തുവിൻ്റെ ഡിമാൻഡ് കൂടും. ഞാൻ പറഞ്ഞു, സിമൻറ്റ് എന്ന് പറയുന്ന ഒരു റോ മെറ്റീരിയൽ ആണ് അല്ലേ. ഈ പറയുന്ന പോലെ കൺസ്ട്രക്ഷൻ മേഖലയിൽ ഹൈവേസിൻ്റെ കൺസ്ട്രക്ഷൻ, റെയിൽവേസിൻ്റെ കൺസ്ട്രക്ഷൻ, അതുപോലെ തന്നെ ഇപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ്, റോഡുകൾ നിർമ്മിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്, വ്യവസായ മേഖലയിൽ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട്, അപ്പോൾ കൺസ്ട്രക്ഷന് സിമൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട റോ മെറ്റീരിയലാണ്, പ്രധാനപ്പെട്ട ഒരു ഇൻപുട്ടാണ്. അപ്പോൾ ഈ
അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം, ഗവൺമെന്റ് ഇത്തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ വികസനം കൊണ്ടുവരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സിമന്റ് മേഖല വളരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ സിമന്റ് ഇൻഡസ്ട്രിയിൽ ഒരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഗവൺമെന്റ് ഈ ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടി കൂടുതൽ ഫണ്ട് ചെലവാക്കുന്നത് ഇൻഡയറക്റ്റ് ആയിട്ട് സിമന്റ് മേഖലയ്ക്ക് ഗുണം ചെയ്യുന്നുണ്ട്. ഇനി സിമന്റ് ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് അത് വലിയ രീതിയിലുള്ള എൻവയോൺമെന്റൽ ഫുട് പ്രിന്റ് അല്ലെങ്കിൽ നമുക്കറിയാം കാർബൺ ഫുട് പ്രിന്റ് വരുന്നൊരു വ്യവസായമാണ് സിമന്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ നമുക്ക് കാൽസിനേഷൻ ഓഫ് ലൈം സ്റ്റോൺ ഉണ്ടല്ലോ, അത് ഈ പറയുന്ന CO2 റിലീസ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. ഈ ലൈം സ്റ്റോണിൻ്റെ കാൽസിനേഷൻ CO2 റിലീസ് ചെയ്യുന്നതിന് കാരണമാകുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് റോ മെറ്റീരിയൽ, സിമൻറ്റിൻ്റെ റോ മെറ്റീരിയൽസ് കത്തിക്കുന്നത് ഫോസിൽ ഫ്യൂവൽസ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ കാൽസിനേഷൻ വഴി CO2 എമിഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ തന്നെ എന്താണ് ഈ പറയുന്ന പോലെ ഇതിന് നമ്മൾ കമ്പഷൻ നടത്തുന്നുണ്ട്, ഹീറ്റിംഗ് നടത്തുന്നുണ്ട്. അത് കൂടുതലായിട്ടും ഫോസിൽ ഫ്യൂവൽസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ വലിയ രീതിയിൽ കാർബൺ എമിഷൻ ഉണ്ടാകുന്ന ഒരു സെക്ടറാണ് സിമെന്റ് എന്ന് പറയുന്നത്. അതൊന്നും അറിഞ്ഞിരിക്കട്ടോ. അപ്പോൾ സിമെന്റിന്റെ കാർബൺ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത്, എൻവയോൺമെന്റൽ ഫുട് പ്രിന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. അപ്പോൾ ഗവൺമെന്റ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താ, ഈ സിമെന്റ് മേഖലയിൽ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട്. The industry has been actively working to reduce its carbon emission of cement by 2070 ഓടുകൂടി 2070 സിമന്റ് മേഖലയിലെ കാർബൺ എമിഷൻ വളരെയധികം കുറയ്ക്കുക. അപ്പോൾ മനസ്സിലായല്ലോ, കാർബൺ എമിഷൻ കുറയ്ക്കുക. എങ്ങനെയായിരിക്കും സിമന്റ് മേഖലയിലെ കാർബൺ എമിഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റുക? ലോ കാർബൺ, അതായത് ഈ പറയുന്ന പോലെ ലോ കാർബൺ എമിഷൻ ആയിട്ടുള്ള സിമന്റ് പ്രൊഡ്യൂസിങ് മാർഗങ്ങൾ നമ്മൾ സ്വീകരിക്കുക. രണ്ടാമതായിട്ട് കമ്പഷന് വേണ്ടിയിട്ട് ഫോസിൽ ഫ്യൂവൽ അല്ലാത്ത മറ്റ് മാർഗങ്ങൾ, ഈ പറയുന്ന പോലെ ഫോസിൽ ഫ്യൂവൽ അല്ലാത്ത മറ്റ് ഫ്യൂവൽ സോഴ്സുകൾ നമ്മൾ യൂസ് ചെയ്യുക എന്നതൊക്കെ വഴിയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടും നമുക്ക് സിമന്റ് മേഖലയിലെ കാർബൺ എമിഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് പറ്റുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ സിമന്റ് ഇൻഡസ്ട്രി ഒരു ഗ്രോത്തിൻ്റെ പാതയിലാണ്. അതിന് ഗവൺമെന്റിന്റെ കോൺട്രിബ്യൂഷൻ വളരെ കൂടുതലാണ്, വളരെ വലുതാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻപുട്ടാണ് സ്റ്റീൽ എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഇൻപുട്ടാണ് സ്റ്റീൽ എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷനൊക്കെ നമുക്ക് സ്റ്റീൽ ആവശ്യമാണ്. അപ്പോൾ സ്റ്റീൽ മേഖലയിൽ ഒരു സസ്റ്റൈൻഡ് ഗ്രോത്ത് ആണ് നമുക്ക് കാണാൻ പറ്റുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഇവിടെ നോക്കി, ഇവിടെ ക്രൂഡ് സ്റ്റീലിന്റെ കാര്യം 3.3% ഗ്രോത്ത് റേറ്റ് ആണ് 2025. ഇനി ഫിനിഷ്ഡ് സ്റ്റീലിന്റെ കാര്യം എടുത്താലോ 4.6% ഗ്രോത്ത് റേറ്റ് ആണ് ഫിനിഷ്ഡ് സ്റ്റീലിന്റെ കാര്യത്തിൽ വരുന്നത്. ഇനി മൊത്തത്തിൽ സ്റ്റീൽ മേഖല എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ ഒരു അപ്വേർഡ് ട്രെൻഡാണ് കാണിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കും? നിങ്ങൾ തന്നെ ആൻസർ പറഞ്ഞേ. ഇതിൽ എക്കണോമിക് സർവേ നേരത്തെ പറഞ്ഞ സിമന്റുമായിട്ട് ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്നത് തന്നെ എന്താ, ഇൻക്രീസ് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ സ്പെൻഡിങ് അല്ലേ. ഗവൺമെന്റിന്റെ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ, റോഡ് നിർമ്മാണത്തിന്, ബ്രിഡ്ജസിന്റെ നിർമ്മാണത്തിന്, കെട്ടിട നിർമ്മാണങ്ങൾക്ക് കൂടുതലായിട്ടും ഗവൺമെന്റ് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, അസറ്റ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് കൂട്ടുന്നു. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ പറയുന്ന പോലെ പുതിയ പുതിയ കൺസ്ട്രക്ഷൻസ് നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് സ്റ്റീലിന് ആവശ്യം വരും. ഡിമാൻഡ് ഫോർ സ്റ്റീൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അത് സ്റ്റീൽ ഇൻഡസ്ട്രിക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് ഗുണം ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ സിമന്റ്, സ്റ്റീല് തുടങ്ങിയ കാര്യങ്ങളുടെ എല്ലാം വളർച്ചയ്ക്ക് ഗവൺമെന്റിന്റെ സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഇൻഫ്രാസ്ട്രക്ചറിലുള്ള ഗവൺമെന്റ് സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യുന്നത് ഒരു കാരണമാണ്. ഓക്കെ ആണോ പറഞ്ഞത്? പറഞ്ഞ ക്ലിയർ ആവുന്നുണ്ടോ? സ്റ്റീല്, സിമന്റ് തുടങ്ങിയ കാര്യങ്ങൾ. ഇനി മറ്റൊന്ന് കെമിക്കൽ ആൻഡ് പെട്രോ കെമിക്കൽ ഇൻഡസ്ട്രീസ്. ഇതിൻ്റെ എന്ത് ചെയ്തിട്ടുണ്ട്, ഷെയർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് മൂന്നും ഞാൻ പറയാൻ കാരണം സിമന്റ്, സ്റ്റീല്, കെമിക്കൽ ഇൻഡസ്ട്രി, ഇത് മൂന്നെന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട ഇൻപുട്ടാണ്, നമ്മുടെ റോ മെറ്റീരിയൽസ് ആണ്. അതായത് ഇൻഡസ്ട്രിയൽ സെക്ടറിന് അടിസ്ഥാന സൗകര്യം അല്ലെങ്കിൽ റോ മെറ്റീരിയൽ, അസംസ്കൃത വസ്തുക്കൾ പ്രൊവൈഡ് ചെയ്യുന്ന, ഇൻപുട്ട് പ്രൊവൈഡ് ചെയ്യുന്ന മേഖലയാണ് സിമന്റ്, സ്റ്റീല്, കെമിക്കൽ ആൻഡ് പെട്രോ കെമിക്കൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂന്നിൻ്റെയും വളർച്ച അല്ലെങ്കിൽ ഇത് മൂന്നും കൃത്യമായിട്ട് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ ഈ മേഖല വളർന്നു കഴിഞ്ഞാൽ മാത്രമേ മറ്റ് വ്യവസായങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ് നമുക്ക് ലഭ്യമാകത്തുള്ളൂ. ഇനി അടുത്ത് പറയുന്നത് ഈ ഒരു ഇൻഡസ്ട്രിയൽ സെക്ടറിലെ മറ്റു കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഗവൺമെന്റ് സ്മാർട്ട് മാനുഫാക്ചറിങ് അതുപോലെ തന്നെ ഇൻഡസ്ട്രി 4.0 അതിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ആക്റ്റീവ്ലി ശ്രമിക്കുന്നുണ്ട്. എന്താണ് ഇൻഡസ്ട്രി 4.0 എന്ന് പറഞ്ഞാൽ? ഗവൺമെന്റ് അത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 4.0, ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ, അതിനെയാണ് നമ്മൾ നാലാമത് വ്യാവസായിക വിപ്ലവം, അതിനെയാണ് ഇൻഡസ്ട്രി 4.0 എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെന്റ് സ്മാർട്ട് മാനുഫാക്ചറിങ്, ആധുനിക സാങ്കേതിക വിദ്യ, മോഡേൺ ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടുള്ള മാനുഫാക്ചറിങ് ഇന്ത്യയിൽ കൂടുതൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടൊരു
ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടപ്പിലാക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ സമർത്ഥ് ഉദ്യോഗ് സെന്റേഴ്സ് സ്ഥാപിക്കുന്നതിനും ഗവൺമെന്റ് കൂടുതൽ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്താണ് സമർത്ഥ് ഉദ്യോഗ് സെന്റേഴ്സ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ സമർത്ഥ് ഉദ്യോഗ് സെന്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ പ്രൊവൈഡിങ് അസിസ്റ്റൻസ് ടു ഇൻഡസ്ട്രീസ്, വ്യവസായങ്ങൾക്ക്, പ്രത്യേകിച്ച് MSME പോലുള്ള വ്യവസായങ്ങൾക്ക്, അവിടുത്തെ തൊഴിലാളികൾക്കും അതുപോലെ തന്നെ അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഇൻഡസ്ട്രി 4.0, അത് 4ാം ഘട്ട വ്യവസായ വിപ്ലവം ഇന്ത്യയിൽ നടക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ എങ്ങനെ മാറണം? ചെറുകിട വ്യവസായങ്ങൾക്കും മറ്റ് വ്യവസായങ്ങളിലും ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും അവിടെയുള്ള മാനേജ്മെന്റുകൾക്കും, പ്രത്യേകിച്ച് MSMEകൾ ചെറുകിട വ്യവസായങ്ങൾക്കൊക്കെ കൃത്യമായിട്ട് അസിസ്റ്റൻസ്, ഒരു ട്രെയിനിങ് കൊടുക്കുന്നു. ഇപ്പോൾ 4ാമത് വ്യവസായവൽക്കരണം അല്ലെങ്കിൽ ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടക്കുകയാണ്. ഇൻഡസ്ട്രി ഇപ്പോൾ എന്താണ്, ഇൻഡസ്ട്രി 4.0 നടക്കുകയാണ്. അതിനനുസരിച്ച് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാനുള്ളത്, അവെയർ ആയിട്ടിരിക്കാനുള്ളത് ഈ ഒരു സിറ്റുവേഷനെ പറ്റി പറഞ്ഞ് മനസ്സിലായല്ലോ. അപ്പോൾ അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഈ ഒരു എന്താ സമർത്ഥ് ഉദ്യോഗ് സെന്റേഴ്സ്, അവിടെ അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുക. എല്ലാ വ്യവസായ മേഖലകൾക്കും പ്രത്യേകിച്ച് MSMEക്ക് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. എന്താണ് സമർത്ഥ് ഉദ്യോഗ് സെന്റർ എന്ന് പറയുന്നത്? ഓക്കെ അല്ലേ? ഇനി അടുത്തത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ് സെക്ടർ ഹാസ് എമർജ്ഡ് ആസ് എ ഹൈലി വൈബ്രന്റ് സെക്ടർ ഓഫ് ഇന്ത്യൻ എക്കണോമി. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള സെക്ടറായിട്ട് MSME മാറിക്കഴിഞ്ഞു. ബഡ്ജറ്റ് പഠിക്കുന്ന സമയത്ത് നമ്മൾ MSMEനെ പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്തായിരുന്നില്ലേ? ഓർമ്മയുണ്ടോ? നമ്മൾ എന്താണ് ഒരു പ്രത്യേകത ബഡ്ജറ്റിൽ കൊണ്ടുവന്നൊരു പുതിയ മാറ്റം നമ്മൾ പറഞ്ഞത്? ഓർമ്മയുള്ളവരെന്ന് പറഞ്ഞേ, ഓർമ്മയുള്ള ആൾക്കാരെന്ന് പറഞ്ഞേ. ബഡ്ജറ്റിൽ ഒരു വലിയൊരു ചേഞ്ച് ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട പ്രഖ്യാപനം ഗവൺമെന്റ് MSME ആയിട്ട് ബന്ധപ്പെട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്. എന്താ അത്? ഓർമ്മയുള്ള ആൾക്കാർ പറഞ്ഞേ പറ്റത്തുള്ളൂ. നിങ്ങൾ ബഡ്ജറ്റ് കേട്ടിട്ടുണ്ടാകും. അപ്പം നമ്മൾ ഈ ഒരു കാര്യം, ഗവൺമെന്റ് പുതിയൊരു അനൗൺസ്മെന്റ്, എന്ത് കാര്യം, MSMEയിൽ എന്ത് മാറ്റം വരുന്ന കാര്യമോ പറഞ്ഞേ. MSMEയിൽ എന്ത് മാറ്റം വരുന്ന കാര്യമോ പറഞ്ഞ് ഓർമ്മയുള്ളവർ പെട്ടെന്ന് പറഞ്ഞേ. നമുക്ക് അടുത്തതിലൂടെ നോക്കാം. യെസ്, അപ്പോൾ പറയുന്നു MSME ഇന്ത്യൻ എക്കണോമിയിൽ ഒരു വൈബ്രന്റ് സെക്ടർ ആണ് നമ്മൾ പറയുന്നുണ്ട്. ഇനി അടുത്തത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. To provide equity funding to MSME with the potential to scale up, the government launched Self-Reliant India Fund with a corpus of 50,000 crore. യെസ്, ഒരാൾ ആൻസർ പറഞ്ഞു, അനിത പറഞ്ഞു. ബാക്കിയുള്ളവരൊന്ന് ആലോചിച്ച് നോക്കി. സ്ലാബ് ചേഞ്ച് ഓഫ് ടേൺ ഓവേഴ്സ്, അതായത് യെസ്, അതായത് റീക്ലാസിഫിക്കേഷൻ അല്ലെ. MSMEകളെ നമ്മൾ റീക്ലാസിഫൈ ചെയ്യുന്നു. അതായത് അവരുടെ ഈ പറയുന്ന പോലെ മാനദണ്ഡം, മൈക്രോ എന്ന് പറയുന്ന മാനദണ്ഡം, സ്മോൾ എന്ന് പറയുന്ന ആ ഒരു മാനദണ്ഡം, അതുപോലെ മീഡിയം എന്ന് പറയുന്ന, അത് നമ്മൾ റീക്ലാസിഫൈ ചെയ്യുന്നു. ടേൺ ഓവറും ഇൻവെസ്റ്റ്മെന്റും, പുതുക്കിയ ടേൺ ഓവർ നമ്മൾ ബഡ്ജറ്റിനകത്ത് ഡിസ്കസ് ചെയ്തു. അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടു നോക്കുക. യൂട്യൂബിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ആപ്പിൽ ലഭ്യമാണ്. അത് കാണാത്തവരാണെങ്കിൽ അത് കണ്ടു നോക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? MSMEക്ക് സ്കെയിൽ അപ്പ്. എന്താണ് സ്കെയിൽ അപ്പ് ഓഫ് MSME എന്ന് പറയുന്നത്? നിങ്ങൾക്കറിയാം, MSME എന്ന് വെച്ചാൽ മൈക്രോ, സ്മോൾ, അതുപോലെ തന്നെ മീഡിയം സ്ഥാപനങ്ങൾ, ഇവരെയാണ് നമ്മൾ MSME എന്ന് പറയുന്നത്. മൈക്രോ, സ്മോൾ, മീഡിയം. അതിൽ മൈക്രോ ആണ് ഏറ്റവും ചെറുതല്ലേ. ഈ മൈക്രോ കുറച്ചും കൂടി ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരുമ്പോൾ, അല്ലെങ്കിൽ മെച്ചപ്പെട്ട ടേൺ ഓവർ വരുമ്പോൾ ഒരു സ്കെയിൽ അപ്പ് നടത്തും. സ്കെയിൽ അപ്പ് എന്ന് വെച്ചാൽ അടുത്ത ലെവലിലോട്ട് പോകും. കാരണം അവർ കൂടുതൽ അവരുടെ സെയിൽസ് കൂടുന്നു, അതുവഴി കൂടുതൽ വരുമാനം ഉണ്ടാവുന്നു, ടേൺ ഓവർ കൂടുന്നു. അപ്പോൾ മൈക്രോ എന്ന് പറയുന്ന സ്ഥാപനം പതുക്കെ സ്മോളിലോട്ട് പോകും. അപ്പോൾ ഈ സ്മോൾ മെച്ചപ്പെട്ട പെർഫോമൻസ് നടത്തി, അവർ കൂടുതൽ സെയിൽസ് നടത്തി, അതുപോലെ തന്നെ ബെറ്റർ മാനേജ്മെന്റ് ഒക്കെ കൊണ്ടുവന്ന് അവരുടെ ടേൺ ഓവർ കൂട്ടി, ഇൻവെസ്റ്റ്മെന്റ് കൂട്ടി, സ്മോളിൽ നിന്ന് നേരെ മീഡിയത്തിലോട്ട് പോകും. അതിനെയാണ് സ്കെയിലിംഗ് അപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യയിൽ ഒരു വലിയ MSME മേഖലകൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താ? ലാക്ക് ഓഫ് സ്കെയിലിംഗ് അപ്പ് എന്നുള്ളതാണ്. അതായത് പല വ്യവസായ സ്ഥാപനങ്ങളും, ഈ MSME സ്ഥാപനങ്ങളും, സ്മോളായിട്ട് തുടങ്ങുന്ന സ്ഥാപനങ്ങൾ സ്മോളായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. മീഡിയത്തിലുള്ള സ്ഥാപനങ്ങൾ അവിടെ തന്നെ, മൈക്രോ ആയിട്ടുള്ള സ്ഥാപനങ്ങൾ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു സ്കെയിലിംഗ് അപ്പ്, ഒരു ലാക്ക് ഓഫ് സ്കെയിലിംഗ് അപ്പ് ഇന്ത്യയിൽ MSME നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഗവൺമെന്റ് ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഫണ്ടിങ് കൊണ്ടുവന്നത് അണ്ടർ സെൽഫ് റിലയൻറ്റ് ഇന്ത്യ ഫണ്ട്. സെൽഫ് റിലയൻറ്റ് ഇന്ത്യ ഫണ്ട് നിങ്ങൾക്ക് എന്താണെന്ന് അറിയാലോ. സെൽഫ് റിലയൻറ്റ് ഇന്ത്യ ഫണ്ട് എന്ന് വെച്ചാൽ ആത്മനിർഭർ ഭാരത് അഭിയാൻ പാക്കേജ് ഉണ്ടല്ലോ. ഗവൺമെന്റ് ആത്മനിർഭർ ഭാരത് അഭിയാൻ പാക്കേജ് പ്രകാരം 50,000 crore 50,000 കോടി രൂപയാണ് MSMEകൾക്ക് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്നത്. അതിൽ ആ 50,000 കോടി രൂപയിൽ 10,000 ഗവൺമെന്റ് മുടക്കും, ബാക്കി 40,000 പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ടായിട്ടായിരിക്കും കൊണ്ടുവരിക. എന്തിനു വേണ്ടിയാ? ഈ ഒരു MSMEകളുടെ വളർച്ച രാജ്യത്ത് ആവശ്യമാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ കഴിഞ്ഞ ബഡ്ജറ്റിൽ പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും ഇവിടെ പറയുന്നു.
1 കോടിയോളം രജിസ്റ്റർ ചെയ്യപ്പെട്ട MSMEകളുണ്ട്. 7.5 കോടിയോളം ആൾക്കാർ MSMEയിൽ ജോലി ചെയ്യുന്നുണ്ട്. 36% നമ്മുടെ മാനുഫാക്ചറിങ്ങിൻ്റെ പ്രൊഡ്യൂസ് MSMEയിൽ നിന്നാണ്. 45% ഓഫ് ദ എക്സ്പോർട്ട് MSME ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം ഉള്ളത് കൊണ്ട് തന്നെ MSME എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് അവരുടെ സ്കെയിലിംഗ് അപ്പ് എന്ന് പറയുന്നത് സമ്പദ് വ്യവസ്ഥയുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെ സ്കെയിലപ്പിന് വേണ്ടി 50,000 crore rupees ഗവൺമെൻറ് അനുവദിച്ചിട്ടുണ്ട്. ഏത് സ്കീം പ്രകാരം? സെൽഫ് റിലയൻറ്റ് ഇന്ത്യ ഫണ്ട് അല്ലെങ്കിൽ ആത്മനിർഭർ അഭിയാൻ പാക്കേജ് പ്രകാരമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അതിൽ 10,000 ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ ആണെങ്കിൽ 40,000 എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈവറ്റ് കോൺട്രിബ്യൂഷൻ ആയിരിക്കും. The government is implementing MSME cluster development program. മനസ്സിലായല്ലോ? ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ്, ഏരിയ ബേസ് ചെയ്തിട്ടുള്ള ഡെവലപ്മെൻറ്റ്. ഒരു കൂട്ടം MSMEകളെ ഒരു ക്ലസ്റ്റർ ആയിട്ട് പ്രഖ്യാപിക്കുന്നു. ഒരു ഏരിയയിലുള്ള MSMEകളെ ഒരു ക്ലസ്റ്റർ ആയിട്ട് പ്രഖ്യാപിച്ചിട്ട് അതിനനുസരിച്ചുള്ള ആ ക്ലസ്റ്ററിൻ്റെ വികസനം. പറഞ്ഞ മനസ്സിലായോ? ഉദാഹരണം, നമ്മൾ പലതരത്തിലുള്ള ക്ലസ്റ്റർ ഉണ്ട് കേട്ടോ. ഫുഡ് പ്രോസസ്സിംഗ് ഇൻഡസ്ട്രീസിൻ്റെ ക്ലസ്റ്റർ, അതായത് ഭക്ഷ്യ ഉൽപ്പാദന സ്ഥാപനങ്ങൾ മാത്രമുള്ള ഒരു ക്ലസ്റ്റർ. ഇനി അതുപോലെ അത്തരത്തിലുള്ള പല ക്ലസ്റ്ററുകളായിട്ട് നമ്മൾ വ്യവസായങ്ങൾ ഡിവൈഡ് ചെയ്യാറുണ്ട്. എന്നിട്ട് ആ ക്ലസ്റ്ററിൻ്റെ വികസനത്തിന് വേണ്ടി ശ്രമിക്കുന്നു. അതിൻ്റെ അർത്ഥം അതിനകത്തുള്ള മുഴുവൻ വ്യവസായ സ്ഥാപനങ്ങളുടെയും വളർച്ച. അപ്പോൾ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം ടു ഡെവലപ്പ് ക്ലസ്റ്റേഴ്സ് അക്രോസ് ദ കൺട്രി. ഈ പറയുന്ന ചെറുകിട വ്യവസായങ്ങളുടെ ക്ലസ്റ്ററുകളുടെ വികസനത്തിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ പറയുന്നുണ്ട്. ഇനി അടുത്തത് കുറച്ച് കണക്കുകളാണ് ഇവിടെ പറയുന്നത്. ഓട്ടോമൊബൈലിൻ്റെ സെയിൽ വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ സെയിൽ വർദ്ധിച്ചു എന്നുള്ള കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇലക്ട്രോണിക് ഗുഡ്സിൻ്റെ സെയിൽ വർദ്ധിച്ചു എന്ന് പറയുന്നുണ്ട്. CAGR എന്ന് വെച്ചാൽ കോമ്പൗണ്ട് ആനുവൽ ഗ്രോത്ത് റേറ്റ് ആണ്. ഇനി ഇപ്പോൾ വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. സ്മാർട്ട് ഫോൺസ് എന്ന് പറയുന്ന 99% ഇപ്പോൾ ഡൊമസ്റ്റിക്കലി മാനുഫാക്ചർ ചെയ്യുന്നു. അതൊന്ന് മനസ്സിലാക്കിക്കോണേ. അതായത് മെയ്ക്ക് ഇൻ ഇന്ത്യ, ഗവൺമെൻറ്റിൻ്റെ വലിയൊരു ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം ആയിരുന്നു മെയ്ക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. മെയ്ക്ക് ഇൻ ഇന്ത്യയുടെ ലക്ഷ്യം എന്താ? നിങ്ങളൊന്ന് പറഞ്ഞേ. മെയിൻ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ലക്ഷ്യം മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്? പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാം എന്തായിരുന്നു? പ്രാഥമിക ലക്ഷ്യം ഒന്ന് പറയാമോ? മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൻ്റെ പ്രാഥമിക ലക്ഷ്യം എന്താണ്? അറിയാമെന്നുള്ളവരൊന്ന് പറഞ്ഞേ. അപ്പോൾ ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറയുന്ന പോലെ മാനുഫാക്ചർ ഡൊമസ്റ്റിക്കലി, ഈ പറയുന്ന പോലെ 99% മൊബൈൽസും ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 99% മൊബൈൽ ഫോൺസും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെയാണ് നിർമ്മിക്കുന്നത്. നമ്മൾ ഇമ്പോർട്ടിനെ ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കലിൻ്റെ ഗ്രോത്ത് ഇവിടെ പറയുന്നുണ്ട്. ദെൻ ആസ് പെർ ദ WIPO റിപ്പോർട്ട് 2022, ഇന്ത്യ റാങ്ക് 6th among the top 10 പേറ്റന്റ് ഫയലിംഗ് ഓഫീസസ് ഗ്ലോബലി. ഇവിടെ എന്താ പറയുന്നത്? WIPOയുടെ റിപ്പോർട്ട്. WIPO എന്ന് വെച്ചാൽ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. അതാണ് WIPO. WIPO എന്ന് വെച്ചാൽ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ. WIPOയുടെ റിപ്പോർട്ട് പ്രകാരം നമുക്കറിയാം WIPO ആണ് എന്ത് ഇൻഡെക്സ് ഇറക്കുന്ന? ഗ്ലോബൽ ഇൻവെസ്റ്റ്മെന്റ്. നമുക്കറിയാവുന്ന കാര്യമാണ്. ഈ ഒരു ഇന്നവേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇന്നവേഷൻ ഇൻഡെക്സ്, ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് ഒക്കെ പുറത്തിറക്കുന്ന ആരാ? WIPO. പറഞ്ഞ് മനസ്സിലായോ? അപ്പോൾ റീസെൻ്റ് ആയിട്ട് 2024 ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 39. വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷൻ WIPO എന്ന് വെച്ചാൽ വേൾഡ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഓർഗനൈസേഷനാണ്. അവർ 2024 പുറത്തിറക്കിയ ഗ്ലോബൽ ഇന്നവേഷൻ ഇൻഡെക്സ് പ്രകാരം ഇന്ത്യയുടെ റാങ്ക് 39th റാങ്കാണ്. അപ്പോൾ അവർ 2022 ഒരു റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു. എന്താ? പാറ്റന്റ് ഫയലിംഗ് ഓഫീസുകൾ തുറക്കുന്ന കാര്യത്തിൽ ലോകത്ത് ഇന്ത്യ 6ാം സ്ഥാനമാണ്. ഇവിടെ ഞാൻ ചോദിച്ചാൽ നിങ്ങളിതൊരു ഉത്തരം പറഞ്ഞിട്ടില്ല. മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? മെയ്ക്ക് ഇൻ ഇന്ത്യ പ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത. പറഞ്ഞ മനസ്സിലായോ? അത് നമ്മുടെ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുക, ഇമ്പോർട്ടിനെ ആശ്രയിക്കുന്നത് പരമാവധി കുറയ്ക്കുക, നമ്മുടെ രാജ്യത്തെ മാനുഫാക്ചറിങ് സെക്ടറിൻ്റെ ഒരു ഇംപ്രൂവ്മെൻറ്റ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണെങ്കിലും പ്രധാനപ്പെട്ട ലക്ഷ്യം സെൽഫ് റിലയൻസ്, സ്വയം പര്യാപ്തത എന്നുള്ളത് തന്നെയാണ് മേക്ക് ഇൻ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത്. ഇനി അടുത്ത സർവീസ് സെക്ടറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ GVയുടെ ടോട്ടൽ ദേശീയ വരുമാനത്തിൻ്റെ 50% 2014 കോൺട്രിബ്യൂട്ട് ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ 2025 55% ദേശീയ വരുമാനത്തിൽ സേവന മേഖലയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ഇനി ലോകത്തുള്ള മുഴുവൻ എക്സ്പോർട്ടിങ്ങിൻ്റെയും
4.3% ആണ് ഇന്ത്യയിൽ. അതായത് ലോകത്ത് 7ാം റാങ്കാണ് ഇന്ത്യക്ക് സർവീസിൻ്റെ എക്സ്പോർട്ട്. ഇവിടെ നിന്ന് സേവനങ്ങൾ മറ്റ് രാജ്യങ്ങളിലോട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടല്ലോ, അതാണ് സേവനങ്ങളുടെ കയറ്റുമതി എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്ന് സേവനങ്ങൾ നമ്മൾ മറ്റ് രാജ്യങ്ങളിലോട്ട് പ്രൊവൈഡ് ചെയ്യുന്നു, അതിനാണ് സേവനങ്ങളുടെ കയറ്റുമതി എന്ന് പറയുക. അതിൽ ഇന്ത്യക്ക് 7ാം സ്ഥാനമാണ്. ലോകത്തുള്ള മുഴുവൻ സർവീസ് എക്സ്പോർട്ടിൽ ഇന്ത്യയുടെ ഷെയർ 4.3% ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അഗ്രികൾച്ചർ സെക്ടറിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ സെക്ടർ 16% ഓഫ് ദ കൺട്രീസ് GDP ആണ് 2024 കണക്ക് പ്രകാരം. ഹൈ വാല്യൂ സെക്ടേഴ്സ് ഹോർട്ടിക്കൾച്ചർ, ലൈവ് സ്റ്റോക്ക് തുടങ്ങിയവയെല്ലാം തന്നെ. അപ്പോൾ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിൻ്റെ ഗ്രോത്തിന് നമ്മുടെ ഇന്ത്യയിൽ കാർഷിക മേഖല കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്രോത്ത് കൈവരിക്കുന്നുണ്ട്. ഈ ഗ്രോത്തിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഹൈ വാല്യൂ സെക്ടേഴ്സ് ആയിട്ടുള്ള അഗ്രികൾച്ചറിനകത്തുള്ള ഹോർട്ടിക്കൾച്ചർ, പഴം പച്ചക്കറി, അതുപോലെ തന്നെ ലൈവ് സ്റ്റോക്ക്, കന്നുകാലി, ഫിഷറീസ്, മത്സ്യബന്ധനം തുടങ്ങിയ കാര്യങ്ങളാണ് അഗ്രികൾച്ചറിൻ്റെ ഗ്രോത്തിന് പ്രധാനപ്പെട്ട കാരണമായിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി മറ്റൊന്ന് 31 ഒക്ടോബർ, ഏകദേശം ഒക്ടോബർ 31 വരെ 11 കോടിയോളം കർഷകർക്കാണ് PM കിസാൻ വഴി ഗുണം ലഭ്യമായിട്ടുള്ള. PM കിസാൻ സമ്മാൻ നിധിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമല്ലേ? അപ്പോൾ PM കിസാൻ വഴി ഓവർ 11 crore ഫാമേഴ്സ് ഇതുവരെ എന്ത് ചെയ്തിട്ടുണ്ട്? 11 കോടി കർഷകർക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ പറയുന്ന PM കിസാൻ്റെ ഗുണം ഇതുവരെ ലഭ്യമായിട്ടുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കുക. ഇനി മറ്റൊരു കാര്യം അഗ്രികൾച്ചർ സെക്ടറിനകത്ത് പറയുന്നുണ്ട്. ഈസ് ദാറ്റ് പ്രൊനൗൺസ് 4.0 എന്ന് പറഞ്ഞാൽ മതി. 4.0 എന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇവിടെ നോക്കി, ഇന്ത്യാസ് ഫ്ലോറികൾച്ചർ സൺറൈസ് ഇൻഡസ്ട്രി. വാട്ട് യു മീൻ ബൈ സൺറൈസ് ഇൻഡസ്ട്രി? ഞാൻ എല്ലാവരോടുമായിട്ട് ചോദിക്കുകയാണ്, എന്താണ് ഒരു സൺറൈസ് ഇൻഡസ്ട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്ക് ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. എന്താണ് ഒരു സൺറൈസ് ഇൻഡസ്ട്രി എന്നൊരു ചോദ്യം നിങ്ങൾക്ക് വന്നാൽ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് കൊടുത്തിരിക്കാം. നിങ്ങൾ എന്തായിരിക്കും നിങ്ങളുടെ മനസ്സിൽ സൺറൈസ് ഇൻഡസ്ട്രി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇന്ത്യാസ് ഫ്ലോറികൾച്ചർ സൺറൈസ് ഇൻഡസ്ട്രി എന്ന് പറയുന്നുണ്ട്. സൺറൈസ് ഇൻഡസ്ട്രി എന്ന് വെച്ചാൽ ന്യൂ ഇൻഡസ്ട്രി ആണോ? ഒരു പുതിയ ഇൻഡസ്ട്രി ആണോ? അതോ എമേർജിങ് ഇൻഡസ്ട്രി ആണോ? ഒരു ന്യൂ ഇൻഡസ്ട്രി ആണ്, എമേർജിങ് ഇൻഡസ്ട്രി ആണ്, രണ്ടുമാണ്. ന്യൂ ഓർ ആൻ എമേർജിങ് ഇൻഡസ്ട്രി, ഒരു പുതിയ ഇൻഡസ്ട്രിയോ അല്ലെങ്കിൽ സമ്പദ് വ്യവസ്ഥയിൽ ഇതുവരെ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാത്തതും എന്നാൽ നിലവിൽ പുതിയൊരു ഗ്രോത്തിന് സാധ്യതയുള്ളതുമായിട്ടുള്ള മേഖല, അതിനാണ് എമേർജിങ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഒന്നെങ്കിൽ പുതിയ മേഖല അല്ലെങ്കിൽ ഒരു പുതിയതായിട്ട് ഗ്രോത്തിന് സാധ്യതയുള്ള മേഖല. അപ്പം ന്യൂ ഓർ എമേർജിങ് ഇൻഡസ്ട്രി അതിപ്പോൾ നിലവിൽ വേഗത്തിലൊരു വളർച്ച റീസെൻറ്റ് ഇയേഴ്സിൽ കാഴ്ചവെക്കുന്നുണ്ട്, ഗ്രോയിങ് ക്വിക്ക്ലി. അതുപോലെ തന്നെ ഭാവിയിൽ അതിൻ്റെ സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ ഒരു പുതിയ ഇൻഡസ്ട്രി ആകാം, ഒരു എമേർജിങ് ഇൻഡസ്ട്രി ആകാം. മാത്രമല്ല റീസെൻറ്റ് ഇയേഴ്സിൽ അത് കൂടുതൽ വളർച്ച കൈവരിക്കുന്നുണ്ട്. മാത്രമല്ല സമീപഭാവിയിൽ സമ്പദ് വ്യവസ്ഥയിൽ ഈ ഒരു ഇൻഡസ്ട്രിയുടെ പ്രാധാന്യം വളരെ കൂടുതലായിരിക്കും. അത്തരത്തിലുള്ള ഇൻഡസ്ട്രീസിനാണ് സൺറൈസ് ഇൻഡസ്ട്രി. അപ്പോൾ അതെന്താണ്? ഇമ്പോർട്ടൻറ്റ് ഫോർ അവർ എക്കണോമി ഇൻ ദ റീസെൻറ്റ് ഫ്യൂച്ചർ. അപ്പോൾ റാപ്പിഡ് ഗ്രോത്ത് നടക്കുന്ന ഒരു വ്യവസായത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? സൺറൈസ് ഇൻഡസ്ട്രി എന്ന് പറയുക. ഉദാഹരണം പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ നമുക്ക് പറയാൻ പറ്റുന്നത് എന്താ? ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് സൺറൈസ് ഇൻഡസ്ട്രി എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് സമീപ ഭാവിയിൽ തന്നെ ഏറ്റവും വേഗത്തിൽ നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ഏറ്റവും പ്രധാനമുള്ളതും ഏറ്റവും പ്രാധാന്യം കിട്ടാൻ പോകുന്നതും നിലവിൽ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു മേഖലയാണ് AI അല്ലേ? നമുക്ക് AIനെ ഒരു സൺറൈസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞൂടെ? അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ്, പിന്നെ നമുക്ക് എന്ത് പറയാം, ഫുഡ് പ്രോസസ്സിങ്, സെമി കണ്ടക്ടേഴ്സ്, ഇതെല്ലാം തന്നെ എന്താണ്? ഈ പറയുന്ന പോലെ സൺറൈസ് ഇൻഡസ്ട്രീസ് ആണ്. ഇവിടെ പറയുന്നത് ഇന്ത്യയുടെ ഫ്ലോറികൾച്ചർ ഒരു സൺറൈസ് ഇൻഡസ്ട്രി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഒരു ഹൈ പെർഫോമിംഗ് സെക്ടറാണ്. അതുപോലെ തന്നെ സൺറൈസ് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റസ് ഇപ്പോൾ അതിന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യാസ് ഫ്ലോറികൾച്ചർ സൺറൈസ് ഇൻഡസ്ട്രി, ആ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക. അത് അഗ്രികൾച്ചർ സെക്ടറിനകത്ത് അതിനെപ്പറ്റി പരാമർശിച്ച് പോകുന്നുണ്ട്. ദെൻ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യമെടുത്താൽ, നിക്ഷേപത്തിൻ്റെ കാര്യമെടുത്താൽ, ലാസ്റ്റ് കുറേ കാലങ്ങളായിട്ട് 5 years ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ രീതിയിൽ. അത് EV, ആരോമിൽ പറഞ്ഞ പോലെ EV ഇലക്ട്രിക് വെഹിക്കിൾസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സൺറൈസ് ഇൻഡസ്ട്രി. അതായത് ഈ പറയുന്ന പോലെ ഇലക്ട്രിക് മേഖലയിൽ നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഗ്രോത്ത് റീസെൻറ്റ് ഇയേഴ്സിൽ. ഇപ്പോൾ ടാറ്റയുടെ കാര്യം, നമ്മുടെ ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെ കാര്യം എടുത്താൽ ടാറ്റയും മഹേന്ദ്രയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് വെഹിക്കിൾസ് വലിയ രീതിയിൽ മാർക്കറ്റിൽ കൊണ്ടെത്തിക്കുന്നില്ലേ? ടാറ്റയാണ് ഒരു വിപ്ലവം ആരംഭിക്കുന്നെങ്കിലും
മഹേന്ദ്ര ഇപ്പം പുതിയ മോഡൽസുമായിട്ട് അവതരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്തുള്ള കമ്പനികളും ഇപ്പോൾ ഇന്ത്യയിൽ EVs അവതരിപ്പിക്കുന്നുണ്ട് ആണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചൈനയുടെ VID ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പോൾ ഹുണ്ടായി ആണെങ്കിലും ഈ വക കമ്പനികളെല്ലാം തന്നെ ഇലക്ട്രിക് വെഹിക്കിൾസ് ഇവിടെ കൊണ്ടുവരുന്നു. അപ്പോൾ അതായത് ഇവിടെ ഒരു ഗ്രോത്തിന് സാധ്യതയുള്ള മേഖലയാണ് EV, ഒരു വലിയ പൊട്ടൻഷ്യൽ ഉള്ള മേഖലയാണ് EV എന്ന് മനസ്സിലായി. കാരണം സമീപ ഭാവിയിൽ തന്നെ നമ്മൾ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയിലോട്ട് മാറുമ്പോൾ ഫോസിൽ ഫ്യൂൽസ് ഒക്കെ എടുത്ത് മാറ്റി പകരം ഇലക്ട്രിക് വെഹിക്കിൾസ് കൊണ്ടുവരുമ്പോൾ അതിന് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അതൊരു സൺറൈസ് ഇൻഡസ്ട്രിയാണ്. ഇനി ഇൻവെസ്റ്റ്മെന്റ് കാര്യം എടുത്താൽ ലാസ്റ്റ് 5 ഇയേഴ്സിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അടിസ്ഥാന സൗകര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വളരെയധികം കൂടുന്നുണ്ട് അല്ലേ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. നമുക്ക് വേറെ ഒന്നും നോക്കണ്ട, നിങ്ങൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നോക്കിയാൽ മതി, അടിസ്ഥാന സൗകര്യത്തിൽ ഉണ്ടാകുന്ന വികസനം നമുക്ക് കാണാൻ പറ്റും. ഗവൺമെന്റ് ഒരു ലാസ്റ്റ് 5 ഇയേഴ്സിൽ വലിയ രീതിയിലുള്ള നിക്ഷേപം അടിസ്ഥാന സൗകര്യത്തിൽ നടത്തുന്നു എന്നതിന് ബെസ്റ്റ് ഉദാഹരണമാണ് നമ്മുടെ റോഡുകൾ അല്ലേ. ഇപ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആണല്ലോ. ഇപ്പം നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് എത്താനോ അല്ലെങ്കിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്താനോ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും സമീപ ഭാവിയിൽ അത് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മെച്ചപ്പെട്ട യാത്രാ സംവിധാനത്തിന് വഴിയൊരുക്കും ആണല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ലകളിലൊക്കെ എന്തായി റോഡിൻ്റെ പണികൾ? നാഷണൽ ഹൈവേയുടെ പണിയൊക്കെ എന്തായി? ഓൾമോസ്റ്റ് കഴിയാറായില്ലേ? ആയല്ലോ. അതായത് ഇപ്പോൾ തിരുവനന്തപുരം കഴക്കൂട്ടം വരെ പണി ചെയ്ത് വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ കുറേ ബ്രേക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ പണി നടക്കുന്നതായിട്ടൊക്കെ ഞാൻ കാണുന്നത്. പക്ഷേ നോർത്തിലോട്ടൊക്കെ പോകുമ്പോൾ ഒരുവിധം ഭാഗങ്ങളിലെല്ലാം തന്നെ പണികൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയ രീതിയിലാണ് അല്ലേ. അപ്പോൾ അത് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നുണ്ട്? ഗവൺമെൻറ് ഇൻഫ്രാസ്ട്രക്ചറിന് മേൽ പബ്ലിക് സ്പെൻഡിങ് കൂട്ടുന്നുണ്ട്. മനസ്സിലായല്ലോ. ഇനി ഗവൺമെന്റ്സ്, യൂണിയൻ ഗവൺമെന്റ്സ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഓൺ കീ ഇൻഫ്രാസ്ട്രക്ചർ സെക്ടർ 38% 2020 മുതൽ 24 വരെ നോക്കിക്കഴിഞ്ഞാൽ 2020 മുതൽ 24 വരെയുള്ള കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 38% ഗവൺമെന്റ് അടിസ്ഥാന സൗകര്യത്തിൽ നിക്ഷേപിക്കുന്നത് വർദ്ധിച്ചത്. അപ്പം തന്നെ നമുക്ക് മനസ്സിലായി ഗവൺമെന്റ്, അതാണ് ഏറ്റവും വലിയ പ്രത്യേകത, ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കൂടുന്നു. ആ സ്പെൻഡിങ് ക്യാപെക്സ് സ്പെൻഡിങ് ആണ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് കൂടുന്നത്. അത് നമുക്ക് നല്ലൊരു കാര്യമാണ്. മനസ്സിലായോ? റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്കറിയാം. റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ സാലറി കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ്, ഈ പലിശ കൊടുക്കുന്നത്, കടം വാങ്ങിച്ചതിന് പലിശ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സാലറി കൊടുക്കുന്നത്, പെൻഷൻ കൊടുക്കുന്നത്, മറ്റ് ഗവൺമെന്റ് ചെലവുകൾ, ഇതെല്ലാം തന്നെ ഒരു റവന്യൂ എക്സ്പെൻഡിച്ചർ ആണ്. ഇതുകൊണ്ട് ഇങ്ങനെ ഗവൺമെന്റ് പൈസ ചെലവാക്കുന്നത് കൊണ്ട് അതിൽ നിന്ന് റിട്ടേൺ ഒന്നും തന്നെ ഗവൺമെന്റിന് കിട്ടുന്നില്ല. അതേസമയം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ക്യാപിറ്റൽ സ്പെൻഡിങ്, ഇൻഫ്രാസ്ട്രക്ചർ പോലുള്ള കാര്യങ്ങളിൽ ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്താൽ അത് ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് അതിൽ നിന്ന് റിട്ടേൺ കിട്ടും. മെച്ചപ്പെട്ട റോഡുകൾ വന്നാൽ ഉറപ്പായിട്ടും അത് ഗ്രോത്തിലോട്ട് കാരണമാകും ആണല്ലോ. അപ്പോൾ സ്കൂളുകൾ വന്നാൽ ഗ്രോത്തിനുണ്ടാകും, അല്ലെങ്കിൽ ജനങ്ങളുടെ ഡെവലപ്മെന്റിലോട്ട് കാരണമാകും. ഹോസ്പിറ്റൽസ് വന്നാൽ ഡെവലപ്മെന്റിന് കാരണമാകും. പറഞ്ഞ് മനസ്സിലായി. അപ്പോൾ ഇപ്പോൾ റീസെന്റ് ഇയേഴ്സിൽ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ കൂടുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് 4 വർഷം ഇൻഫ്രാസ്ട്രക്ചറിൽ, അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള ഗവൺമെന്റ് സ്പെൻഡിങ് 38.8% വർദ്ധിച്ചു. അത് വലിയ രീതിയിലുള്ള കൂടുതലല്ലേ ആണല്ലോ. ഇപ്പോൾ 100 രൂപ സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഈ 4 വർഷത്തിൽ 138 രൂപയായിട്ട് സ്പെൻഡിങ് കൂടി. ഓക്കെ, ശരി. ഇനി റെയിൽവേയുടെ കണക്ഷൻ്റെ കാര്യം എടുത്താൽ ഇത്രയും കിലോമീറ്റർ, 2031 കിലോമീറ്റർ റെയിൽവേ കണക്ടിവിറ്റി, റോഡ് നെറ്റ്വർക്ക് 5853 കിലോമീറ്റർ നാഷണൽ ഹൈവേ ആണ് ഈ ഒരു കാലയളവിൽ കൺസ്ട്രക്ഷൻ നടത്തിയത്. അതുപോലെ നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രകാരം താഴെ കുറേ സ്ഥലങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അത് ജസ്റ്റ് സർവേയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഗവൺമെന്റ് ഡിജിറ്റൽ കണക്ടിവിറ്റി ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 5G സർവീസസ് എല്ലാ സ്റ്റേറ്റുകളിലും യൂണിയൻ ടെറിട്ടറിയിലും ഒക്ടോബർ 2024 കൂടി എത്തിച്ചിട്ടുണ്ട്, കമ്മീഷൻ ചെയ്തിട്ടുണ്ട്, ഇനി എത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം 4G മൊബൈൽ സർവീസ് to remote areas under the Universal Service Obligation Fund, now Digital Bharat Nidhi. ഇനി 2024 ഡിസംബറോടുകൂടി ഗവൺമെന്റ് 10,700 വില്ലേജുകളിൽ 4G മൊബൈൽ സർവീസുകൾ എത്തിക്കാനുള്ള, അതായത് എല്ലാ വില്ലേജുകളിലും 4G മൊബൈൽ സർവീസ് എത്തിക്കാനുള്ള എഫേർട്സ് നടപ്പിലാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അണ്ടർ യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട്. യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്ന് പറഞ്ഞാൽ പാർലമെന്റിൽ 2003 ഒരു ആക്ട് വഴി സെറ്റപ്പ് ചെയ്തൊരു ഫണ്ടാണ് യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്താണ്? യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിൻ്റെ ഉദ്ദേശം ടെലികോം സർവീസ് പ്രൊവൈഡ് ചെയ്യുക, യൂണിവേഴ്സൽ ടെലികോം സർവീസ് പ്രൊവൈഡ് ചെയ്യുക ഒരു നോൺ ഡിസ്ക്രിമിനേറ്ററി മാനറിൽ, അതായത് പാവപ്പെട്ടവരും പണക്കാരൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തന്നെ എന്ത് ചെയ്യുക, ഗ്രാമം നഗരമൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവർക്കും എന്ത് ചെയ്യുക, ഈ പറയുന്ന പോലെ
ഒരു ഡിസ്ക്രിമിനേഷൻ കാണിക്കാതെ എന്ത് കൊണ്ടുവരിക, ഈ ഒരു ടെലികോം സർവീസ് എത്തിക്കുക എന്നുള്ളതാണ് ഈ ഒരു എന്തിൻ്റെ ലക്ഷ്യം, യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ടിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. അതുവഴി റൂറൽ ഏരിയാസിലുള്ളവർക്കും, പ്രത്യേകിച്ച് റൂറൽ ഏരിയാസിലുള്ളവർക്കും റിമോട്ട് ഏരിയാസിലുള്ളവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ ടെലികോം സർവീസ് ലഭ്യമാകും. അപ്പോൾ റീസണബിൾ ആൻഡ് അഫോർഡബിൾ പ്രൈസിൽ റൂറൽ ഏരിയാസിലും റിമോട്ട് ഏരിയാസിലുള്ള ആൾക്കാർക്ക് എന്ത് ടെലികോം സർവീസ് ലഭ്യമാക്കും. അപ്പോൾ അതാണ് ഈ ഒരു യൂണിവേഴ്സൽ സർവീസ് ഒബ്ലിഗേഷൻ ഫണ്ട് എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ എല്ലാവർക്കും ടെലികോം സർവീസ് ലഭ്യമാക്കി കൊടുക്കുക, കുറഞ്ഞ നിരക്കിലും അതുപോലെ തന്നെ റീസണബിൾ ആയിട്ടുള്ള നിരക്കിലും എത്തിച്ചു കൊടുക്കുക. ഇതിൻ്റെ ഈ ഒരു ഫണ്ടിൻ്റെ ഇപ്പോഴത്തെ പേര് ഡിജിറ്റൽ ഭാരത് നിധി എന്നാണ്. അപ്പോൾ ഡിജിറ്റൽ ഭാരത് നിധി എന്നാണ് ഈ ഒരു ഫണ്ടിൻ്റെ ഇപ്പോഴത്തെ പേര്, അതൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ എന്തിനാണ് ഈ ഡിജിറ്റൽ ഭാരത് നിധി എന്ന് പറഞ്ഞാൽ ടെലികോം സർവീസ് എത്തിച്ചു കൊടുക്കുക, ഒരു യൂണിവേഴ്സൽ ടെലികോം സർവീസ് പ്രൊവൈഡ് ചെയ്യുക വിത്തൗട്ട് എനി ഡിസ്ക്രിമിനേഷൻ. അത് റൂറൽ ഏരിയയിലും അർബൻ ഏരിയയിലും അതുപോലെ തന്നെ റിമോട്ട് ഏരിയാസിലും അഫോർഡബിൾ ആൻഡ് റീസണബിൾ റേറ്റിൽ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ഡിജിറ്റൽ ഭാരത് നിധിയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഗവൺമെന്റ് സ്കീംസ് ലൈക്ക് DDUGJY എന്ന് വെച്ചാൽ എന്താ സാധനം, ഗ്രാം ജ്യോതി സ്കീം, ദീൻ ദയാൽ ഉപാധ്യായ് ഗ്രാം ജ്യോതി സ്കീം. എന്തിനു വേണ്ടിയിട്ടുള്ളതാ, റൂറൽ ഇലക്ട്രിഫിക്കേഷനുള്ള സ്കീമാണ് ഇത്, റൂറൽ ഇലക്ട്രിഫിക്കേഷനുള്ള സ്കീം. അതുപോലെ തന്നെ സൗഭാഗ്യം ഒന്നും ഇപ്പോൾ ഇല്ല, 2017 വന്നിട്ട് 2019 ലാപ്സായി പോയ സ്കീമാണ് സൗഭാഗ്യം. എന്നാലും സൗഭാഗ്യ സ്കീമും അതുപോലെ തന്നെ ഗ്രാം ജ്യോതി, ദീൻ ദയാൽ ഉപാധ്യായ് ഗ്രാം ജ്യോതി സ്കീം എല്ലാം തന്നെ റൂറൽ ഇലക്ട്രിഫിക്കേഷൻ, റൂറൽ ഏരിയാസിൽ ഇലക്ട്രിഫിക്കേഷൻ 2.9 കോടി വീടുകളിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇലക്ട്രിസിറ്റി എത്തിക്കാൻ ഈ പ്രോഗ്രാമുകൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ വേണമെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് നമുക്ക് ചോദിക്കാവുന്നതാണ്. റൂറൽ ഇലക്ട്രിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമുകൾ, സ്കീമുകൾ ഇതൊക്കെ ആയിരുന്നു. DDUGJY എന്താണ് എന്നുള്ള കാര്യം വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ സൗഭാഗ്യ എന്ന് പറയുന്ന സ്കീം നിലവിൽ റൺ ചെയ്യുന്ന ഒരു സ്കീമാണോ എന്ന് ചോദിക്കാം. അല്ല, അത് ലാപ്സായി പോയ സ്കീമാണ്. ഇനി ജൽ ജീവൻ മിഷൻ്റെ കാര്യം അറിയാലോ, 15 കോടി ഫാമിലീസിനാണ് ഇതിൻ്റെ ഗുണം ലഭ്യമായിട്ടുള്ളത്. ഇനി അതിനുശേഷം സ്വച്ഛ് ഭാരത് മിഷൻ ഗ്രാമീൺ, അത് പ്രകാരം എന്ത് ചെയ്യുന്നുണ്ട്, 1.92 lakh വില്ലേജസ് വെയർ ഇൻക്രിമെന്റലി ഡിക്ലെയർഡ് ODF+. നിങ്ങൾ ODF എന്ന് കേട്ടിട്ടുണ്ടല്ലേ, സ്വച്ഛ് ഭാരത് മിഷൻ പ്രകാരം ODF ആക്കി ചില ഗ്രാമങ്ങളെ പ്രഖ്യാപിക്കുന്നു. ODF എന്ന് വെച്ചാൽ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ, അതായത് പുറസ്ഥലങ്ങളിൽ, വെളിസ്ഥലങ്ങളിൽ എന്താ മലമൂത്ര വിസർജനം ഒഴിവാക്കുക എന്നുള്ളതാണ് ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ എന്ന് പറയുന്നത്. അപ്പോൾ ODF സ്റ്റേറ്റസ് സ്വച്ഛ് ഭാരത് മിഷൻ പ്രകാരം ചില ഗ്രാമങ്ങൾക്ക് അനുവദിച്ചു കൊടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ODF+ സ്റ്റേറ്റസ് എന്ന് വെച്ചാൽ എന്താ, ഇവിടെ പറയുന്നു 1.92 lakhs വില്ലേജസ്, 1.92 ലക്ഷം വില്ലേജുകൾക്ക് ODF+ കാറ്റഗറി, ODF+ ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. എന്താണ് ODF+ എന്ന് പറയുന്നത്, അവർ ഓപ്പൺ ഡെഫിക്കേഷൻ ഫ്രീ മാത്രമല്ല, പകരം അവരെന്ത് ചെയ്തിട്ടുണ്ട്, അവർ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ഥിര സംവിധാനവും ആ ഗ്രാമങ്ങളിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ വില്ലേജുകളിൽ ഒരു സ്ഥിര സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണ്, ഫോർ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ്. അപ്പോൾ പ്രോപ്പറായിട്ട് സോളിഡ്, അപ്പോൾ ODF-നൊപ്പം തന്നെ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റിന് വേണ്ടിയുള്ള മാർഗങ്ങളും കൂടി ആ ഗ്രാമങ്ങൾ സ്വീകരിക്കുമ്പോഴാണ് അവർക്ക് ODF+ എന്ന് പറയുന്ന സ്റ്റേറ്റസ് അവർക്ക് എന്ത് ചെയ്യുക, കൊടുക്കുക. മനസ്സിലായല്ലോ, ക്ലിയർ അല്ലേ? ഇനി അർബൻ ഏരിയയിൽ പ്രധാനമന്ത്രി ആവാസ് യോജന കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ പറയുന്നു. ഇനി റിയൽ എസ്റ്റേറ്റ് റെഗുലേഷൻ ആക്ട്, റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, കുറേ കംപ്ലയിൻസ് റിസോൾവ് ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം പറയുന്നുണ്ട്. ഇനി സിറ്റി ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് എക്സ്പാൻഡ് ചെയ്യുന്നു വിത്ത് മെട്രോ ആൻഡ് റാപ്പിഡ് റെയിൽ സിസ്റ്റം. അറിയാമല്ലോ, RRTS, റാപ്പിഡ് റെയിൽ ട്രാൻസിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്, നമോ ഭാരത് ട്രെയിനുകൾ, അതിനെയൊക്കെ പറ്റി ഇവിടെ പരാമർശിച്ച് പോകുന്നുണ്ട്. അതെല്ലാം തന്നെ കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയേഴ്സ് ആയിരുന്നു. ഈ വർഷം എന്നാലും അതിനെപ്പറ്റി എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. ഇനി public sector investment cannot meet the requirement of infrastructure and private sector participation will be crucial to bridge the gap. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് ഗവൺമെന്റ് എന്താ പറയുന്നത്, പൊതുമേഖലയുടെ, അതായത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള നിക്ഷേപം മാത്രം പോരാ ഈ വികസനങ്ങളൊക്കെ കൈവരിക്കണമെങ്കിൽ, അല്ലേ? ഇങ്ങനെ അടിസ്ഥാന സൗകര്യ വികസനം, റോഡുകളുടെ നിർമ്മാണം, ബ്രിഡ്ജസിന്റെ നിർമ്മാണം, നിലവിലുള്ള, ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, പുതിയ റോഡുകൾ നിർമ്മിക്കുന്നു, പുതിയ എയർപോർട്ടുകൾ നിർമ്മിക്കുന്നു, അത്തരത്തിലുള്ള പുതിയ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നു, ബ്രിഡ്ജ് നിർമ്മിക്കുന്നു. ഇങ്ങനെ നിർമ്മിക്കുമ്പോൾ നിലവിലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ റിനോവേഷനും കൂടെ നടക്കണം, അല്ലേ? അതായത് പുതിയ നിർമ്മിച്ചിട്ട് കാര്യമില്ല, പഴക്കം ചെന്നവനെ നമ്മൾ റിനോവേറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കാര്യം ഗവൺമെന്റ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല. പുതിയ അടിസ്ഥാന സൗകര്യ നിർമ്മാണവും
പഴയതിൻ്റെ റിനോവേഷനും ഗവൺമെൻറ് മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, പബ്ലിക് സെക്ടർ മാത്രം വിചാരിച്ചാൽ അവിടെ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ പ്രൈവറ്റ് സെക്ടറിൻ്റെ പാർട്ടിസിപ്പേഷനും ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് എങ്ങോട്ടാണ് പോകുന്നത് നമുക്ക് മനസ്സിലായല്ലോ. നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ പറഞ്ഞു അല്ലേ, മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ എന്ന് പറഞ്ഞ് ഓർക്കുന്നുണ്ടോ? എന്താണെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു തന്നെ. എന്താണ് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ? അതിൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന പോലെ അസറ്റ് മോണിറ്റൈസേഷൻ സ്കീം, അസറ്റ് മോണിറ്റൈസേഷൻ സ്കീമിനെ പറ്റി നമ്മൾ ബഡ്ജറ്റ് പഠിച്ചപ്പോൾ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് സാധനം? അറിയാമെന്നുള്ള ആൾക്കാരൊന്ന് കമൻറ്റ് ചെയ്തേ. എന്താണ് നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈനും അസറ്റ് മോണിറ്റൈസേഷൻ പ്ലാനൊക്കെ നമ്മൾ പറഞ്ഞതാണ്. എന്താണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്നിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇനി എക്സ്റ്റേണൽ സെക്ടറിൻ്റെ കാര്യം എടുത്താൽ, എക്സ്റ്റേണൽ സെക്ടറിൻ്റെ കാര്യം എടുക്കുമ്പോൾ ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരു മെർച്ചൻഡൈസ് എക്സ്പോർട്ട് എന്ന് വെച്ചാൽ ഗുഡ്സിൻ്റെ എക്സ്പോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു മോഡറേറ്റ് ഗ്രോത്ത്, വലിയ രീതിയിലുള്ള ഗ്രോത്ത് ഒന്നും നമ്മൾ ഇവിടുത്തെ സാധനങ്ങളുടെ കയറ്റുമതിയിൽ ഉണ്ടായിട്ടില്ല. ഒരു മോഡറേറ്റ് ഗ്രോത്ത് മാത്രമേ ഇവിടുത്തെ എന്ത് ചെയ്തിട്ടുള്ളൂ, ഗുഡ്സിൻ്റെ എക്സ്പോർട്ടിൽ കൈവരിക്കാൻ വേണ്ടി പറ്റിയിട്ടുള്ളൂ ഡ്യൂറിങ് ഏപ്രിൽ ടു ഡിസംബർ 2024. കാരണം ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൻ്റെ ആദ്യത്തെ ഈ പറയുന്ന പോലെ ക്വാർട്ടറുകൾ, 2 ക്വാർട്ടറുകളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഏപ്രിൽ ടു ഡിസംബർ 2024 വരെ ഒരു മീഡിയം, ഒരു മോഡറേറ്റ് ഗ്രോത്തെ സാധനങ്ങളുടെ കയറ്റുമതിയിൽ ഉണ്ടായിട്ടുള്ളൂ. ഡ്യൂ ടു ഡിക്ലൈൻ ഇൻ വാല്യൂ ഓഫ് പെട്രോളിയം എക്സ്പോർട്സിൻ്റെ വാല്യൂ കുറഞ്ഞതും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ഓയിൽ പ്രൈസിൻ്റെ വില കുറഞ്ഞതും. ഇനി സർജ് ഇൻ മെർച്ചൻഡൈസ് ഇമ്പോർട്ട് റിഫ്ലക്റ്റിംഗ് റീബൗണ്ട് ഓഫ് ഡൊമസ്റ്റിക് കൺസംഷൻ ഡിസ്പൈറ്റ് ഓഫ് ഇൻഫ്ലേഷണറി ഇമ്പാക്ട്. അതായത് എക്സ്പോർട്ട്, സാധനങ്ങളുടെ കയറ്റുമതി വലിയ രീതിയിലുള്ള ഒരു വളർച്ചയൊന്നും ഉണ്ടായില്ലെങ്കിലും സാധനങ്ങളുടെ ഇറക്കുമതിയിൽ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഗുഡ്സിൻ്റെ ഇമ്പോർട്ടിൻ്റെ കാര്യത്തിൽ വലിയ രീതിയിലുള്ളൊരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് ഇൻഫ്ലേഷൻ, അതായത് സാധനങ്ങളുടെ വിലക്കയറ്റം ഉണ്ടായിട്ട് പോലും കൺസ്യൂമേഴ്സ് കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിന് തെളിവാണ് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ അളവിലുണ്ടാകുന്ന ഒരു വ്യത്യാസം. ഈവൻ ഇൻഫ്ലേഷൻ, സാധനങ്ങളുടെ വില വർദ്ധിച്ചു നിന്നിട്ട് പോലും നമ്മൾ വിദേശത്ത് നിന്ന് സാധനങ്ങൾ ഇങ്ങോട്ട് കൂടുതൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ? ദെൻ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇത് രണ്ടും ഒന്ന് മനസ്സിലാക്കുക. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസവും യൂറോപ്യൻ യൂണിയൻ ഡീഫോറസ്റ്റേഷൻ റെഗുലേഷനും ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ ബാധിച്ചത്, അല്ലെങ്കിൽ ഇന്ത്യയുടെ എക്സ്പോർട്ടിനെ ബാധിക്കാൻ ഇനി അങ്ങോട്ട് സാധ്യതയുള്ളതുമായിട്ടുള്ള 2 കാര്യങ്ങളെ പറ്റി ഈ ഒരു എക്കണോമിക് സർവേക്കകത്ത് മെൻഷൻ ചെയ്ത് പോകുന്നുണ്ട്. വേണമെങ്കിൽ ഇതിനെപ്പറ്റി ചോദിക്കാം. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം, അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയൻ ഡീഫോറസ്റ്റേഷൻ റെഗുലേഷൻ. കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വസ്തു അത് ഉൽപ്പാദിപ്പിക്കുന്ന സമയത്ത് എന്തുമാത്രം ഗ്രീൻ ഹൗസ് എമിഷൻ ഉണ്ടായി, അല്ലെങ്കിൽ എന്തുമാത്രം കാർബൺ എമിഷൻ ഉണ്ടായി, അതിനനുസരിച്ച് യൂറോപ്യൻ യൂണിയനിൽ അല്ലെങ്കിൽ യൂറോപ്പിലോട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളിലോട്ട് നമ്മൾ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ അവിടെ നമ്മുടെ മേലൊരു നികുതി ഏർപ്പെടുത്തും. കാരണം നമ്മൾ ഈ സാധനങ്ങൾ ഉൽപ്പാദിപ്പിച്ചപ്പോൾ കാർബൺ എമിഷൻ കൂടുതലാണെങ്കിൽ നമ്മുടെ മേൽ എന്ത് ചെയ്യുന്നുണ്ട്, അമിതമായിട്ടൊരു ടാക്സ് ഈടാക്കും. പറഞ്ഞ മനസ്സിലായി, അമിതമായിട്ടൊരു ഡ്യൂട്ടി ഈടാക്കും. ഇതാണ് കാർബൺ ബോർഡർ അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം എന്ന് പറയുന്നത്. അതുവഴി നമ്മൾ ഇവിടുന്ന് മറ്റു രാജ്യങ്ങളിലോട്ട് പോകുന്ന സാധനങ്ങളുടെ വില വർദ്ധിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയിൽ നമുക്കറിയാം ഇപ്പോഴും നമ്മൾ ഈ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അല്ലെങ്കിൽ നോൺ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജി യൂസ് ചെയ്തിട്ടാണ് പല പ്രൊഡക്ഷൻ യൂണിറ്റുകളും പ്രവർത്തിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഉറപ്പായിട്ടും കാർബൺ എമിഷൻ കൂടുതലായിരിക്കും, CO2 എമിഷൻ കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ CO2 എമിഷൻ കൂടുതലാകുമ്പോൾ അത് ഒരു കാർബൺ ഫുട് പ്രിന്റ് ഉണ്ടാക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലോട്ട് പോകുമ്പോൾ നമ്മുടെ എക്സ്പോർട്ടിന് ഇവിടെ നിന്നുള്ള സാധനങ്ങളുടെ വില കൂടുന്നതിന് കാരണമാകുന്നുണ്ട്. ഇന്ത്യയുടെ എക്സ്പോർട്ടിന് അത് കാതലായിട്ട് തന്നെ ബാധിക്കുന്നുണ്ട്. ഇനി മറ്റൊന്ന് യൂറോപ്യൻ യൂണിയൻ ഡീഫോറസ്റ്റേഷൻ റെഗുലേഷൻ. മറ്റൊരു സംഗതിയാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രധാനമായിട്ടും കൺസംഷൻ ഓഫ് പ്രോഡക്റ്റ് ഡിറൈവ്ഡ് ഫ്രം ഡീഫോറസ്റ്റേഷൻ ലാൻഡ് എന്ന് വെച്ചാൽ ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലോട്ട് നമ്മൾ സാധനങ്ങൾ കയറ്റുമതി ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉൽപ്പാദിപ്പിച്ചത് ഡീഫോറസ്ഡ് ലാൻഡ്, അതായത് മരങ്ങൾ വെട്ടി നശിപ്പിച്ചതിന് ശേഷം ആ ഒരു പ്രൊഡക്ഷനിൽ നമ്മൾ ഡീഫോറസ്റ്റേഷൻ, ആ ഒരു ഉൽപ്പാദന വേളയിൽ നമ്മൾ ഡീഫോറസ്റ്റേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മരങ്ങൾ വെട്ടി നശിപ്പിക്കുന്നതിന് കാരണമായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ തടയുക എന്നുള്ളതാണ് ഈ ഒരു യൂറോപ്യൻ യൂണിയൻ ഡീഫോറസ്റ്റേഷൻ റെഗുലേഷൻ. ഇത് രണ്ടും തന്നെ ഇന്ത്യനെ ബാധിക്കും. കാരണം ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ പലപ്പോഴും കാർബൺ എമിഷൻ കൂടുതലാണ്. അത് ഡീഫോറസ്റ്റഡ് ലാൻഡിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തോട്ട് പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത്
ഇന്ത്യയുടെ കയറ്റുമതിനെ ബാധിക്കും. ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് വില ഉയരാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അത് ഇന്ത്യൻ എക്സ്പോർട്ടിനെ എന്ത് ചെയ്യുന്ന നെഗറ്റീവായിട്ട് തന്നെ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ അല്ലേ? ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളും കൂടെ തീർക്കാനുണ്ട്. അതായത് തീർക്കാന്ന് വെച്ചാൽ ഈ ഒരു മണിക്കൂറിൽ കൂടുതൽ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കും ബോറടിക്കും. അതേസമയം കുറച്ച് സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ കവർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. നമ്മൾ ആഴത്തിൽ പഠിച്ചു പോകുന്നതല്ല ഇതൊരു റിവിഷൻ പോലെയാണ്. കാരണം പ്രിലിംസിന് വേണ്ടിയിട്ടുള്ളൊരു സ്ട്രാറ്റജി സെഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് എക്കണോമിക്സ് അവിടെ പ്രിലിംസ് പെർസ്പെക്റ്റീവ് മാത്രം വേഗത്തിൽ ഓടിച്ചാണ് പോകുന്നത്. അല്ലാതെ ഓരോ കാര്യവും എടുത്തിട്ട് നമുക്ക് എന്താണ് ഈ പറയുന്ന എക്സ്പോർട്ട്, എന്താണ് മെർച്ചൻഡൈസ് എക്സ്പോർട്ട് തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യണം, നിങ്ങൾക്ക് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇടയ്ക്ക് ഡൗട്ട് വരികയാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ. ലാസ്റ്റ് നിങ്ങൾ ഡൗട്ട് ഇടാൻ വേണ്ടി നിൽക്കണ്ട. ഓരോ കാര്യവും കേൾക്കുമ്പോൾ ഡൗട്ട് തോന്നുമ്പോൾ അത് നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടുക. അതാണ് നിങ്ങളുടെ പരിപാടി എന്ന് പറയുന്നത്. മനസ്സിലായോ? നിങ്ങൾ അവസാനം ആകുന്ന സമയത്ത് കമൻറ്റ് ഇടുമ്പോൾ നമ്മൾ ലാഗ് ഉണ്ടാകും. ചിലപ്പോൾ ഞാൻ ആ കമൻറ്റ് കണ്ടില്ലെന്ന് വരാം. അപ്പോൾ നിങ്ങൾ ആ സമയത്ത് കാണുന്ന ഡൗട്ട് തോന്നുമ്പോൾ അത് കമൻറ്റ് ബോക്സിൽ ഇടുക. നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പോകും. ഇനി ഇവിടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവിൻ്റെ കാര്യം പറയുന്നുണ്ട്. എന്താണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്? വിദേശ നാണ്യത്തിൻ്റെ കരുതൽ. അതായത് നമുക്കറിയാം ലോകത്തുള്ള മിക്ക രാജ്യങ്ങളും മറ്റ് രാജ്യങ്ങളുടെ കറൻസികൾ, അതായത് വിദേശ നാണ്യത്തിൻ്റെ കരുതൽ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട് അല്ലേ? ഇന്ത്യയുടെ കയ്യിലിപ്പോൾ ഡോളർ ഉണ്ട്, യൂറോ ഉണ്ട്, അങ്ങനെ പല വിദേശ നാണ്യങ്ങൾ നമ്മൾ കരുതലായിട്ട് നമ്മൾ റിസർവായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ വിദേശ നാണ്യം ഇങ്ങനെ കരുതലായിട്ട് സൂക്ഷിക്കുക? പല സിറ്റുവേഷൻസിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഉദാഹരണം, BOP ക്രൈസിസ് ഉണ്ടാകുമ്പോൾ, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ക്രൈസിസ് ഉണ്ടാകുമ്പോൾ. എന്താണ് ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ്? അതാദ്യം ഒന്ന് പറഞ്ഞാലോ. എന്താ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ലോകത്ത് പല രാജ്യങ്ങളുമായിട്ടും സാമ്പത്തിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട് അല്ലേ? ഇപ്പം നോക്കിയേ, ഇന്ത്യ ചൈനയായിട്ട് സാമ്പത്തിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്, US ഏർപ്പെടുന്നുണ്ട്, UK ആയിട്ട് ഏർപ്പെടുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇന്ത്യ ഒരു റെസ്റ്റ് ഓഫ് ദ വേൾഡ്, ലോകത്തുള്ള മറ്റ് രാജ്യങ്ങളുമായിട്ട്, റെസ്റ്റ് ഓഫ് ദ വേൾഡുമായിട്ട് ഇന്ത്യക്ക് സാമ്പത്തിക ബന്ധമുണ്ട്. സാമ്പത്തിക ബന്ധം എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെയാകാം? ട്രേഡ് റിലേഷൻസ് ആകാം. ട്രേഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും ഇമ്പോർട്ടും എക്സ്പോർട്ടും ആകാം. രണ്ടാമെന്ന് പറഞ്ഞാൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റിലേഷൻഷിപ്പ് ആകും. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഇന്ത്യക്കകത്തുള്ള വ്യക്തികളും സ്ഥാപനങ്ങളും മറ്റ് രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടുത്തെ വ്യക്തികളും സ്ഥാപനങ്ങളും ഗവൺമെൻറ്റും ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് തരത്തിലുള്ള റിലേഷൻഷിപ്പ് ആവാം. മറ്റൊന്ന് വെച്ചാൽ ബോറോയിങ്സ്, കടം വാങ്ങുന്നതും കടം കൊടുക്കുന്നതും ആകാം. ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികളും ഗവൺമെൻറ്റുകളും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങുന്നു, കടമെടുക്കുന്നു. മറ്റ് രാജ്യങ്ങളും ഗവൺമെൻറ്റുകളും സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്ന് കടം വാങ്ങുന്നു, കടമെടുക്കുന്നു. അപ്പോൾ പലതരത്തിലുള്ള എക്കണോമിക് ട്രാൻസാക്ഷൻസ് ഇന്ത്യ മറ്റ് റെസ്റ്റ് ഓഫ് ദ വേൾഡുമായിട്ട് നടത്തുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമുക്ക് രേഖപ്പെടുത്തണ്ടേ? ഇന്ത്യക്കകത്തോട്ട് എന്തുമാത്രം ക്യാഷിൻ്റെ ഇൻഫ്ലോ ഉണ്ടായി, ഈ ട്രാൻസാക്ഷൻസ് നടത്തിയപ്പോൾ ഒരു വർഷം ഇന്ത്യക്കകത്തോട്ട് എന്തുമാത്രം പൈസ വന്നു, ഇന്ത്യക്കകത്തുനിന്ന് പുറത്തോട്ട് എന്തുമാത്രം ക്യാഷിൻ്റെ ഔട്ട്ഫ്ലോ ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിൽ കൃത്യമായിട്ടുള്ള ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഈ ട്രേഡിലൂടെയും ഇൻവെസ്റ്റ്മെൻറ്റിലൂടെയും ബോറോയിങ്സിലൂടെയൊക്കെ വന്നു എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ്, ഒരു ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് BOP എന്ന് പറയുന്നത്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. BOP, ഈ BOPക്ക് രണ്ട് അക്കൗണ്ട് ഉണ്ട്. ഒന്ന് കറണ്ട് അക്കൗണ്ടും മറ്റൊന്ന് ക്യാപിറ്റൽ അക്കൗണ്ടും. ഈ കറണ്ട് അക്കൗണ്ടിനകത്താണ് ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും അതുപോലുള്ള ദൈനംദിന ഇടപാടുകൾ ഒരു രാജ്യം മറ്റൊരു രാജ്യവുമായിട്ട് നടത്തുമ്പോൾ അതെല്ലാം കറണ്ട് അക്കൗണ്ടിനകത്ത് വരും. ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് എന്തൊക്കെയാണ് വരിക? ഇൻവെസ്റ്റ്മെൻറ്റ്, ബോറോയിങ്സ്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ക്യാപിറ്റൽ അക്കൗണ്ടിനകത്ത് വരിക. പറഞ്ഞ മനസ്സിലായി? അപ്പോൾ ഇത്തരത്തിൽ BOPയിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ, അതായത് നമ്മൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പൈസ കടം വാങ്ങുന്നു, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുമ്പോൾ ആ രാജ്യങ്ങൾക്ക് നമ്മൾ പണം കൊടുക്കണം. അത് റുപ്പി കൊടുത്താൽ മതിയോ? റുപ്പി വേണ്ട, അവർക്ക് ഡോളറോ അല്ലെങ്കിൽ യൂറോയോ അതുപോലെ അവരുടെ കറൻസിയോ അല്ലെങ്കിൽ ഒരു ഇൻ്റർനാഷണൽ കറൻസി ഡോളറൊക്കെ മതി. അപ്പോൾ അത്തരത്തിൽ ആ കറൻസിയുടെ ഒരു റിസർവ് നമ്മുടെ രാജ്യത്തിന് വേണം. അതിനെയാണ് ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന ഒരു BOPയുടെ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യാം. രണ്ടാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കടം എടുക്കുമ്പോൾ ആ കടം തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഡോളർ തുടങ്ങിയ കറൻസീസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രൂപയുടെ മൂല്യം ഇടിയുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? റുപ്പീസ് ഡിപ്രീസിയേറ്റിംഗ് എന്നൊക്കെ കണ്ടിട്ടില്ലേ? ആ ഒരു സമയത്ത് ആ ഡിപ്രീസിയേഷൻ തടഞ്ഞു നിർത്താൻ വേണ്ടി റെഗുലേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു കറൻസി നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ പല ആവശ്യങ്ങൾക്ക് നമുക്ക് ഈ ഫോറിൻ കറൻസി ആവശ്യമാണ്. ഈ ഫോറിൻ കറൻസി റിസർവ് ബാങ്ക് അവരുടെ കയ്യിൽ കുറച്ച് റിസർവായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. നമ്മുടെ കേന്ദ്ര ബാങ്കുള്ള RBI അവരവരുടെ കയ്യിൽ ഈ ഫോറിൻ കറൻസി കുറച്ച് റിസർവായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. ഇതിനാണ് നമ്മൾ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത്. വേഗത്തിൽ പറഞ്ഞു പോയതാണ്. ഇതാണ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറയുന്നത്.
നമ്മുടെ കയ്യിലുള്ള ഫോറക്സ് റിസർവ് 4 കാര്യങ്ങളായിട്ടാണ് നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഫോറക്സ് റിസർവ് 4 കാര്യങ്ങളായിട്ടാണ് ഉള്ളത്. ഒന്ന് FCA, ഫോറിൻ കറൻസി അസറ്റ്, എന്ന് വെച്ചാൽ നമ്മുടെ കറൻസി ആ രൂപത്തിൽ പൈസയായിട്ട് കുറേ ഡോളർ വാങ്ങിച്ച് RBI അവരുടെ ലോക്കറിൽ കൊണ്ട് പൂട്ടുകയല്ല ചെയ്യുന്നത്, പകരം അതിന് തുല്യമായിട്ടുള്ള ബോണ്ടുകൾ, അതിന് തുല്യമായിട്ടുള്ള സെക്യൂരിറ്റീസ് ആണ് വാങ്ങിച്ച് സൂക്ഷിക്കുക. അതിനാണ് ഫോറിൻ കറൻസി അസറ്റ് എന്ന് പറയുന്നത്. രണ്ടാമത് ഗോൾഡ്, മൂന്നാമത് RTP, റിസർവ് ട്രാൻഷ് പൊസിഷൻ, അതുപോലെ തന്നെ അടുത്ത് SDR, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ്സ്. ഇത് രണ്ടും തന്നെ IMF ആയിട്ട് ബന്ധപ്പെട്ടൊരു സാധനമാണ്. IMF ആയിട്ട് ബന്ധപ്പെട്ടതാണ് SDRും RTP. അപ്പോൾ ഈ 4 രൂപത്തിലാണ് ഫോറക്സ് റിസർവ് നമ്മൾ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ RBIയുടെ കയ്യിലാണ് ഫോറക്സ് റിസർവ് ഉള്ളത്. നമ്മൾ ഫോറക്സ് റിസർവ് സൂക്ഷിക്കുന്ന വെറും ഡോളറായിട്ട് യൂറോ ആയിട്ട് മാത്രമല്ല, അതിനെയാണ് ഫോറിൻ കറൻസി അസറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ സൂക്ഷിക്കാറുണ്ട്, ഗോൾഡിൻ്റെ രൂപത്തിൽ സൂക്ഷിക്കാറുണ്ട്, RTP, റിസർവ് ട്രാൻഷ് പൊസിഷനായിട്ട് സൂക്ഷിക്കാറുണ്ട്, SDR, സ്പെഷ്യൽ ഡ്രോയിങ് റൈറ്റ് ആയിട്ട് സൂക്ഷിക്കാറുണ്ട്. SDR എന്ന് വെച്ചാൽ IMF നമുക്ക് തരുന്ന ഒരു പ്രത്യേക റിസർവ് അസറ്റാണ് SDR. അതിൻ്റെ ഒരു ഭാഗമാണ് RTP എന്ന് പറയുന്നത്. അപ്പോൾ ഈ 4 കാര്യങ്ങളാണ് നമ്മുടെ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാനുള്ളൊരു കാര്യം എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഫോറക്സ് റിസർവ് $700 ബില്യൺ വരെ അടിച്ചു. $700 ബില്യൺ വരെ നമ്മുടെ ഫോറക്സ് റിസർവ് എന്ത് ചെയ്തിട്ടുണ്ട്? തൊട്ട് നിന്നിട്ടുണ്ട്. കണ്ടോ, $700 ബില്യൺ വരെ നമ്മുടെ ഫോറക്സ് റിസർവ് നിന്നു. അതിനുശേഷം താഴോട്ട് പോയി 640.3 ബില്യൺ വരെയാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഇനി എൻ്റെ ചോദ്യം, നിങ്ങൾ ആൻസർ പറയണേ. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോറക്സ് റിസർവ് ഉള്ള എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാമോ? ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോറക്സ് റിസർവ് കൈവശമുള്ള എത്രാമത്തെ വലിയ രാജ്യമാണ് ഇന്ത്യ എന്ന് പറയാൻ പറ്റുമോ? അതായത് ഫോറക്സ് റിസർവിൻ്റെ കാര്യത്തിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? ഇവിടെ നോക്കിയേ, ഇന്ത്യയിൽ ഈ ഫോറക്സ് റിസർവ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ വിദേശ നാണ്യം ഉണ്ടല്ലോ, വിദേശ നാണയത്തിൻ്റെ കരുതലുണ്ടല്ലോ, ഈ കരുതൽ ഉപയോഗിച്ചാൽ നമ്മൾ പുറത്തുനിന്ന് എടുത്തിരിക്കുന്ന കടങ്ങളുടെ 90% വീട്ടാൻ പറ്റുമെന്നാണ് പറയുന്നത്. എക്സ്റ്റേണൽ ഡെറ്റ്, നമ്മുടെ വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ കടമെടുത്തിട്ടുണ്ടല്ലോ, ആ കടത്തിൻ്റെ 90% ഈ ഫോറക്സ് റിസർവ് ഉപയോഗിച്ച് നമുക്ക് വീട്ടാൻ പറ്റും. പറഞ്ഞ് മനസ്സിലായോ? 90% കടങ്ങളും വീട്ടാൻ പറ്റും. ഇനി മറ്റൊരു കാര്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇമ്പോർട്ട് കവർ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇമ്പോർട്ട് കവർ. എന്താണ് ഇമ്പോർട്ട് കവർ എന്ന് പറയുന്നത്? നമ്മുടെ ഈ പറയുന്ന ഫോറക്സ് റിസർവ് ഉപയോഗിച്ച് എത്ര മാസം വരെ നമുക്ക് സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാം? അതായത് ഞാനിപ്പോൾ 1 മാസത്തേക്ക് സാധനം ഇറക്കുമതി ചെയ്യാൻ എൻ്റെ കയ്യിൽ പൈസയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇമ്പോർട്ട് കവർ 1 മാസമാണ്. 2 മാസത്തേക്കുള്ള ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള $640.3 ബില്യൺ ഉപയോഗിച്ച് എത്ര മാസം വരെ എനിക്ക് സാധനങ്ങൾ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്യാം? അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇമ്പോർട്ട് കവർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പറഞ്ഞ മനസ്സിലായോ? അപ്പം നിലവിൽ ഇന്ത്യയുടെ ഇമ്പോർട്ട് കവർ എന്ന് പറഞ്ഞാൽ എത്രയാ? നിലവിൽ ഇന്ത്യയുടെ ഇമ്പോർട്ട് കവർ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിലവിൽ ഇന്ത്യയുടെ ഇമ്പോർട്ട് കവർ എന്ന് പറഞ്ഞാൽ എത്രയാ? നിലവിൽ ഇന്ത്യയുടെ ഇമ്പോർട്ട് കവർ എന്ന് പറയുന്നത്, നിലവിൽ ഇന്ത്യയുടെ ഇമ്പോർട്ട് കവർ 10.9 മന്ത്സ് ആണ്. 10.9 മാസം എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? നമുക്ക് 10.9 മാസം വരെ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൈസ നമ്മുടെ കയ്യിലുണ്ടതാണ് നിലവിലത്തെ ഇന്ത്യയുടെ ഇമ്പോർട്ട് കവർ എന്ന് പറയുന്നത്. ഇനി നിങ്ങളാരും ആൻസർ പറഞ്ഞില്ല. ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോറക്സ് റിസർവ് ഉള്ള 4th എക്കണോമിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ 4ാം സ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ഫോറക്സ് റിസർവ് ഉള്ള 4ാം സ്ഥാനത്താണ് ഇന്ത്യ എന്ന് പറയുന്നത്. 1ാം സ്ഥാനം ചൈനയാണ്, അത് കഴിഞ്ഞ് ജപ്പാൻ, അത് കഴിഞ്ഞ് സ്വിറ്റ്സർലൻഡ്, അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് ഇൻഫ്ലേഷൻ്റെ കാര്യം എടുത്താൽ, ഗ്ലോബൽ ഇൻഫ്ലേഷൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 5.7 നിന്ന് 8.7, അതായത് 2004 5.7, 2022 8.7, 2024 5.7. അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ അതേ കാര്യമാണ്. നമ്മൾ പറഞ്ഞു കമോഡിറ്റീസിൻ്റെ പ്രൈസസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഡിക്ലൈനിങ് ട്രെൻഡാണ്, ഒരു ഡിക്രീസിങ് ട്രെൻഡാണ് കാണിക്കുന്നത് നമ്മൾ പറഞ്ഞു. ഓർക്കുന്നുണ്ടോ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. IMF പറയുന്നു ഇൻഫ്ലേഷൻ റേറ്റ് കുറയുന്നുണ്ട് എന്ന് പറയുന്നു. ഇന്ത്യയിലും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ റേറ്റ് കുറയുന്നുണ്ട്. ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ടാർഗറ്റ് 4+or-2 ആ ടാർഗറ്റിനോട് അലൈൻ ചെയ്ത് പോകാറുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കുന്നു ഇന്ത്യയിലെ ഇൻഫ്ലേഷൻ ടാർഗറ്റും. പറഞ്ഞ മനസ്സിലായി? ഇന്ത്യയിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ സാധനങ്ങളുടെ വില കുറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് പറയുന്നത് ഡെവലപ്മെൻറ്റ് ഓഫ് ക്ലൈമറ്റ് റിസൈലൻറ്റ് ക്രോപ്പ് വെറൈറ്റീസ്.
എൻഹാൻസ്ഡ് ഫാമിംഗ് പ്രാക്ടീസസ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന പോലെ എക്സ്ട്രീം വെതർ ഇവൻറ്റ്സ് ഉണ്ടാകുമ്പോൾ അതിനെ മറികടക്കാൻ ഈ ഒരു ക്ലൈമറ്റ് റിസൈലൻറ്റ് ക്രോപ്പ് വെറൈറ്റീസും എൻഹാൻസ്ഡ് ഫാമിംഗ് പ്രാക്ടീസസും ഹെൽപ്പ് ചെയ്യുമെന്നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് പറയുന്നത്. അതുപോലെ തന്നെ നോക്കിയേ, മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ബാങ്കുകളുടെ അസറ്റ് ക്വാളിറ്റി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റബിലിറ്റി, ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ HDFC, SBI, കാനറ ബാങ്ക് തുടങ്ങിയ ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ പ്രോഫിറ്റബിലിറ്റി കൂടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ് NPS കുറഞ്ഞിട്ടുണ്ട്. NPS എന്ന് വെച്ചാൽ എന്താ, കിട്ടാക്കടം അല്ലെ. NPS എന്ന് പറഞ്ഞാൽ കിട്ടാക്കടം. അതായത് ഞാനിപ്പോൾ ഒരാൾക്ക് ലോൺ കൊടുത്തു, ഞാനൊരു ബാങ്കാണ്, ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ ആൾക്കാർക്ക് ജനങ്ങൾക്ക് ലോൺ കൊടുത്തു, ആ ലോണ് എന്നെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്. അതേസമയം അതെനിക്ക് തിരിച്ച് കിട്ടാതാകുമ്പോൾ അതൊരു നോൺ പെർഫോമിംഗ് അസറ്റാണ്, അതൊരു ലൈബിലിറ്റി ആയിട്ട് മാറും. ഞാനിപ്പോൾ ജനങ്ങൾക്ക് ലോൺ കൊടുത്തു, ഒരു 10 കോടി ലോൺ കൊടുത്തു, ലോൺ കൊടുക്കുമ്പോൾ ആ ലോൺ എനിക്ക് തിരിച്ച് കിട്ടാതാകുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് എന്തായിട്ട് മാറും, നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ NPAs ആയിട്ട് മാറും. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ NPA ആയിട്ട് മാറുന്നതിന് കുറേ മാനദണ്ഡങ്ങളുണ്ട് കേട്ടോ. ഉദാഹരണം, കൃഷിക്ക് വേണ്ടി, കൃഷിയല്ലാത്ത മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ ലോൺ കൊടുക്കുക. ഉദാഹരണം, എഡ്യൂക്കേഷൻ ലോണ്, വീട് വെക്കാൻ ലോൺ കൊടുത്തു, അങ്ങനെ പേഴ്സണൽ ലോൺ, അങ്ങനെ കുറേ ലോണുകൾ കൊടുത്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ലോണുകൾ കൊടുക്കുമ്പോൾ തിരിച്ചടച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ, പക്ഷെ അവസാനത്തെ ഒരു 90 ഡേയ്സ് 90 ദിവസം ഞാൻ ബ്രേക്ക് വരുത്തി, അല്ലെങ്കിൽ അടയ്ക്കാനുള്ള സമയമായിട്ടും 90 ഡേയ്സ് ആയിട്ട് ഞാൻ അടയ്ക്കുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് 90 ദിവസം ഒരു ലോൺ അടയ്ക്കാതിരുന്നു കഴിഞ്ഞാൽ, അതായത് കാർഷിക ലോണല്ല, മറ്റ് ലോണുകൾ, വിദ്യാഭ്യാസം, അത്തരത്തിലുള്ള ലോണുകൾ 90 ദിവസം തുടർച്ചയായിട്ട് അടയ്ക്കാതിരിക്കുമ്പോൾ അത് NPA ആയിട്ട് ബാങ്ക് പ്രഖ്യാപിക്കും, നോൺ പെർഫോമിംഗ് അസറ്റ് ആയിട്ട് ബാങ്ക് പ്രഖ്യാപിക്കും. ഇനി കാർഷിക ലോണുകളാണെങ്കിലോ, കാർഷിക ലോണുകൾ ഷോർട്ട് ഡ്യൂറേഷനും ഉണ്ട്, ലോങ് ഡ്യൂറേഷൻ ക്രോപ്പും ഉണ്ട്. ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ് എന്ന് വെച്ചാൽ ഒരു വർഷം ഒന്നിലധികം തവണ കൃഷി ചെയ്യാൻ പറ്റുന്ന വിളകളാണ് ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സ്. നെല്ല്, പച്ചക്കറികൾ. അപ്പോൾ ഈ ഷോർട്ട് ഡ്യൂറേഷൻ ക്രോപ്സിന് വേണ്ടിയാണ് ഞാൻ ലോൺ എടുത്തതെങ്കിൽ 2 ക്രോപ്പിംഗ് സീസൺ കഴിഞ്ഞിട്ട് 2 തവണ നെല്ലിറക്കാനുള്ള സമയം കഴിഞ്ഞിട്ടും ഞാൻ ലോൺ ഒന്നും തിരിച്ചടച്ചില്ലെങ്കിൽ അത് ബാങ്ക് NPAs ആയിട്ട് പ്രഖ്യാപിക്കും, കിട്ടാക്കടമായിട്ട് പ്രഖ്യാപിക്കും. ഇനി ലോങ് ഡ്യൂറേഷൻ ക്രോപ്പ് ആണെങ്കിലും, ഇപ്പോൾ തെങ്ങൊക്കെ ആണെങ്കിലും ഒരു വർഷത്തിൽ കൂടുതലല്ലേ, അപ്പോൾ അത് ഒരു ക്രോപ്പിംഗ് സീസൺ കഴിഞ്ഞിട്ടും അതിൽ നിന്ന് പൈസയൊന്നും കിട്ടുന്നില്ലെങ്കിൽ ബാങ്ക് അതിനെ NPA ആയിട്ട് പ്രഖ്യാപിക്കും. NPA എന്ന് വെച്ചാൽ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാണ്, ബാങ്കിൻ്റെ ഒരു ബാധ്യതയായിട്ട് മാറുന്നു. ഒരു അസറ്റ് പെട്ടെന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ബാധ്യതയായിട്ട് മാറുന്നു. ബാങ്ക് അതിനുശേഷം അതിൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ നടത്തേണ്ടി വരും. അപ്പോൾ ഇവിടെ നോക്കി, NPA 2.6% കുറഞ്ഞു. 12 വർഷത്തെ ഏറ്റവും കുറവ് NPA ആണ് ഈ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2.6, അതായത് ബാങ്കുകളുടെ മൊത്തത്തിലുള്ള ലോണിൻ്റെ 2.6% ആണ് നിലവിലത്തെ NPAs, നോൺ പെർഫോമിംഗ് അസറ്റ് അല്ലെങ്കിൽ കിട്ടാക്കടങ്ങൾ എന്ന് പറയുന്നത്. ഇനി അഡ്വാൻസ് റൈസ് ഇൻ എന്താണ്, ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റ് അസറ്റ് റേഷ്യോ, അല്ലെങ്കിൽ നമ്മൾ ഇതിനെ പറയുന്ന മറ്റൊരു പേര് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്നും പറയാറുണ്ട്. അതായത് ബാങ്കിൻ്റെ നിലവിലത്തെ ഫൈനാൻഷ്യൽ ഒബ്ലിഗേഷൻസും ലോസുകളും മീറ്റ് ചെയ്യാൻ ബാങ്കിനെ കൊണ്ട് പറ്റുമോ എന്നുള്ളതാണ് ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റൽ റിസ്ക് വെയ്റ്റ് അസറ്റ് റേഷ്യോ എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ, അത് ഉയർന്നിട്ടുണ്ട് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അതായത് ബാങ്കുകൾക്ക് അവരുടെ നിലവിലുള്ള ഒബ്ലിഗേഷൻസും ലോസുകളും അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, നിലവിലെ നഷ്ടം ഉണ്ടായാലും അല്ലെങ്കിൽ നിലവിലത്തെ ബാധ്യതകൾ അടച്ചു തീർക്കാനുള്ള ഒരു കപ്പാസിറ്റി ബാങ്കിനുണ്ടോ, ബാങ്കിൻ്റെ നിലവിലെ ക്യാപിറ്റൽ മൂലധനം ഉപയോഗിച്ച് ബാങ്കിൻ്റെ റിസ്കുകളും അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഒബ്ലിഗേഷൻസും അടച്ചു തീർക്കാനുള്ള ഒരു കപ്പാസിറ്റി ബാങ്കിനുണ്ടോ എന്ന് മനസ്സിലാക്കുന്ന റേഷ്യോ ആണ് ക്യാപിറ്റൽ ടു റിസ്ക് വെയ്റ്റ് അസറ്റ് റേഷ്യോ അല്ലെങ്കിൽ ക്യാപിറ്റൽ ആഡിക്വസി റേഷ്യോ എന്നും അതിനെ പറയാറുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് എക്കണോമിക് സർവേയുടെ ഭാഗമായിട്ട് നോക്കാനുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. ഓക്കെ, ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? എക്കണോമിക് സർവേ ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ലാസ്റ്റ് പാർട്ട് ഇതിൻ്റെ നോക്കാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.